ലീഡർ ശ്രീ കരുണാകരൻ ചെയ്ത കേരളത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരു ദീപസ്തംഭത്തിലുള്ള ഒരു സ്വാധീനം എന്ന് പറയുന്നത് കേരളത്തിന് നന്മയായി വന്ന് ഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ശ്രീ ഒ രാജഗോപാലിന് മാത്രമാണ് അതിനോട് അടുത്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. എനിക്ക് ബോധ്യമുണ്ടല്ലോ ഞാൻ എന്താ ചെയ്തതെന്ന്. കേരളത്തിലെ ജനങ്ങൾക്കും ബോധ്യമുണ്ട്. അദ്ദേഹത്തോട് ഒന്നും കൂടി ചോദിക്കും. നമസ്കാരം. കെ കരുണാകരന് ശേഷം കേരളത്തിന് വേണ്ടി ഒരു കേന്ദ്രമന്ത്രിയും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് സുരേഷ് ഗോപി. വിമർശനം കണക്കിന് കൊണ്ട മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ താൻ എന്ത് ചെയ്തു എന്ന് ജനങ്ങൾക്കറിയാം എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ സുരേഷ് ഗോപിക്ക് കാര്യങ്ങൾ അറിയില്ല എന്നാണ് മുരളീധരൻ പറഞ്ഞതിൻ്റെ മലയാളം. ബി ജെ പിയിലൂടെ കേന്ദ്രമന്ത്രിമാരായ മുരളീധരനും രാജീവ് ചന്ദ്രശേഖരനും കണ്ണന്താനവുമൊക്കെ സുരേഷ് ഗോപിയുടെ മാസ് ഡയലോഗിൽ കേരളത്തിന് മുന്നിൽ ഉത്തരങ്ങളില്ലാതെ നിലനിൽക്കുകയാണ്. ഒരു പരിധിവരെ കരുണാകരനൊപ്പം സുരേഷ് ഗോപി നിർത്തുന്നത് ഒ രാജഗോപാലിനെ മാത്രം, അതും ഒരു പരിധിവരെ മാത്രം. അതുകൊണ്ടും തീർന്നില്ല. ഇന്ദിരാഗാന്ധിയെ ഇന്ത്യയുടെ മാതാവാക്കിയാണ് സുരേഷ് ഗോപി ബി ജെ പിയെ പ്രതിരോധത്തിലാക്കുന്നത്. കേരളത്തിന് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും ബി ജെ പി സർക്കാരിലെ കേന്ദ്രമന്ത്രിമാർ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പരക്കെ പരാതികൾ നിലനിൽക്കെയാണ് സുരേഷ് ഗോപിയുടെ പ്രസ്താവന. കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത മുൻ കേന്ദ്രമന്ത്രിമാരെ കരിവാരി തേച്ച് സ്വയം പേരെടുക്കുകയാണോ സുരേഷ് ഗോപിയുടെ ലക്ഷ്യം? കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്തവരെ പഴി പറഞ്ഞ് പതിവ് പോലെ കേരളത്തെ തഴഞ്ഞ് മുന്നോട്ട് പോകാൻ തന്നെയാണോ സുരേഷ് ഗോപിയുടെയും ശ്രമം? എയിംസിൻ്റെ പേരിലും കേരളയിലും സുരേഷ് ഗോപി ഉണ്ടാക്കിയ വിവാദങ്ങൾ ഏത് വഴിക്കാണ് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? കേരളത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാത്ത കേന്ദ്രമന്ത്രിമാർ ആരൊക്കെ? ന്യൂസ് ആൻഡ് ന്യൂസ് ചർച്ച ചെയ്യുന്നു. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: CPIM നേതാവ് എം പ്രകാശൻ മാസ്റ്റർ, കോൺഗ്രസ് സഹയാത്രികൻ എൻ ശ്രീകുമാർ, വലത് സഹയാത്രികൻ ഷാബു പ്രസാദ് എന്നിവർ. ഏറ്റവും ആദ്യം ശ്രീ ഷാബു പ്രസാദ്, താങ്കളോടാണ്. സുരേഷ് ഗോപി പറഞ്ഞതുപോലെ കരുണാകരന് ശേഷം കേരളത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്ത ഒരു കേന്ദ്രമന്ത്രിയും ഉണ്ടായിരുന്നില്ല എന്നാണോ? ലാലെ, ഇപ്പം സുരേഷ് ഗോപി, നിങ്ങൾ ഈ പത്രക്കാരൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ചില ബോധ്യങ്ങളാണ് ഈ പറയുന്നത്. അദ്ദേഹം ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ അല്ല. 100% അദ്ദേഹത്തിന്റെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം എവിടെയും തുറന്നു പറയും. ഇവിടെ തന്നെ നമ്മളൊക്കെ തന്നെ, ഞാനും ഇവിടെ ശ്രീകുമാർ സാർ, ഇവരെല്ലാവരും ഉണ്ട്. ഈ സ്വകാര്യ സംഭാഷണങ്ങളിൽ ചില കാര്യങ്ങൾ നമ്മൾ തുറന്നു പറയാറുണ്ട്, തുറന്ന് സംസാരിക്കാറുണ്ട്. സ്വന്തം പാർട്ടിയെ പറ്റിയും സ്വന്തം നേതാക്കളെ പറ്റിയും മറ്റുള്ള പാർട്ടികളിലെ നേതാക്കന്മാരെ പറ്റിയും അവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ, നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറയാറുണ്ട്. എന്നാൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അത് പറയാറുണ്ട്. എന്നാൽ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പബ്ലിക് പ്ലാറ്റ്ഫോം എന്നോ പ്രൈവറ്റ് പ്ലാറ്റ്ഫോം എന്നോ ഒന്നുമില്ല. എവിടെയും അദ്ദേഹത്തിന് തോന്നുന്ന കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറയും. അതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം ഒരു സീസൺഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ ഇത് താൻ പറയുന്ന വാക്കുകളെ, താൻ പറയുന്നതിനെ ഷാബു പ്രസാദ്, താങ്കൾ ഈ പറഞ്ഞു വരുന്നത് സുരേഷ് ഗോപി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടതൊക്കെ തോന്നുന്നിടത്തൊക്കെ ഇങ്ങനെ തോന്നുന്ന പോലെ വിളിച്ചു പറയും എന്നുള്ളത് അങ്ങ് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ പറയുന്നത്? മനസ്സിലായില്ല. 100% പോസിറ്റീവായിട്ട് തന്നെയാണ് പറയുന്നത്. അദ്ദേഹം 101% ജെന്യുവിൻ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ്. ആ നിഷ്കളങ്കത കൊണ്ട് അദ്ദേഹം ഇങ്ങനെ അദ്ദേഹം ഇപ്പോൾ വെറും ഒരു നിഷ്കളങ്കനായ മനുഷ്യന്റെ സ്റ്റാറ്റസിലല്ലോ. അദ്ദേഹം ഒരു ലോക്സഭാ MP ആണ്, കേന്ദ്ര സഹമന്ത്രിയാണ്, BJPയുടെ താമര ചിഹ്നത്തിൽ ജയിച്ച ആളാണ്. ഇതൊക്കെയാണ് കഴിഞ്ഞ ചർച്ചയിൽ താങ്കൾ ഉൾപ്പെടെ തർക്കിച്ചത്. അപ്പോൾ BJPയുടെ താമര ചിഹ്നത്തിലൊക്കെ ജയിച്ചു വന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അതിൻ്റെതായ ഗൗരവം അദ്ദേഹം കാണിക്കുകയും ഉത്തരവാദിത്വം കാണിക്കുകയും വേണ്ടേ? അല്ല, ഇതിൻ്റെ അകത്ത് എന്താണ് അദ്ദേഹം നിരുത്തരവാദിത്വം കാണിച്ചത്? അപ്പൊ അതാണ് അറിയേണ്ടത്. അപ്പൊ അദ്ദേഹം ഉത്തരവാദിത്വത്തോടു കൂടി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്നാണ് അറിയേണ്ടത്. പറയുന്നത് കേൾക്കൂ.
നമ്മളുടെയൊക്കെ ഈ പൊളിറ്റിക്കൽ കൾച്ചറിൽ, പ്രത്യേകിച്ച് മലയാളികളുടെ പൊളിറ്റിക്കൽ കൾച്ചറിൽ ചില ധാരണകൾ നമ്മളൊക്കെ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അതായത് എതിർ പാർട്ടിയിലെ ഒരാളെ പറ്റി ഒരിക്കലും നല്ലത് പറയാൻ പാടില്ല, അങ്ങനെ പറഞ്ഞാൽ അത് പാർട്ടി വിരുദ്ധതയാണ്, ഇങ്ങനെയൊക്കെ. അതായത് ഇപ്പൊ നിങ്ങളുടെ പാർട്ടി CPM എന്തിനാണ് അബ്ദുള്ള കുട്ടിയെ പുറത്താക്കിയത്? എന്തിനാണ്? നരേന്ദ്രമോദിയെ പറ്റി നല്ലത് പറഞ്ഞതിന്. നരേന്ദ്രമോദിയെ പറ്റി നല്ലത് പറയാൻ പാടില്ല എന്നാണ് നമ്മൾ ഇത്. നരേന്ദ്രമോദി എന്നല്ല, എതിർപക്ഷത്തുള്ള കൊള്ളാവുന്ന ആരെ പറ്റിയും നല്ലത് പറയാൻ പാടില്ല, അങ്ങനെ പറഞ്ഞാൽ അതൊരു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് എന്ന ഒരു ധാരണ നമ്മുടെ ഇടയിൽ എസ്റ്റാബ്ലിഷ്ഡ്. ശ്രീ ഷാബു പ്രസാദ്, ഇവിടെ അതല്ല പ്രശ്നം. ഇവിടെ ഇപ്പോ കെ കരുണാകരനെയോ ഇന്ദിരാഗാന്ധിയെയോ പുകഴ്ത്തി എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടെ കരുണാകരന് ശേഷം ഒരു കേന്ദ്രമന്ത്രിയും കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ എതിർ പാർട്ടിക്കാരെ പുകഴ്ത്തലല്ല, സ്വന്തം പാർട്ടിയിലെ കേരളത്തിലെ നേതാക്കളായിട്ടുള്ള വി മുരളീധരൻ അല്ലെങ്കിൽ കണ്ണന്താനം, അതല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന മുൻ കേന്ദ്രമന്ത്രിമാർ, ഇവരെയൊക്കെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുക കൂടിയാണ്. അതിന് മറുപടി ഇന്ന് വി മുരളീധരൻ പറയുകയും ചെയ്തു. ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതല്ല, കരുണാകരൻ കുറെ അധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ അതിനുശേഷം രാജഗോപാലും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു കാര്യമുണ്ട്, വി മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വകുപ്പ് എന്തായിരുന്നു കേന്ദ്രത്തില്? അദ്ദേഹം വിദേശകാര്യ വകുപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ ജനങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ സാധാരണ ജനങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല മുരളീധരൻ ഉണ്ടായിരുന്നത്. എന്നാൽ രാജഗോപാലിനെ സംബന്ധിച്ചുള്ള അദ്ദേഹം റെയിൽവേ സഹമന്ത്രിയായിരുന്നു. റെയിൽവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാടിന്റെ ഒരു ജീവനാഡിയാണ്. ആ പൾസ് നമുക്ക് അത് നേരിട്ട് തന്നെ അനുഭവവേദ്യമാകുന്ന കാര്യമാണ്. ഇങ്ങനെയുള്ള കുറെ. പക്ഷെ രാജഗോപാലിനെ പോലും ശ്രീ ഷാബു പ്രസാദ്, സുരേഷ് ഗോപി കൊണ്ട് നിർത്തുന്നത് കെ കരുണാകരന്റെ ഏതാണ്ട് അടുത്തെങ്കിലും എത്തുന്നത് രാജഗോപാൽ. അത്രയേ ഉള്ളൂ രാജഗോപാൽ. ബാക്കിയുള്ളവരൊന്നും അതിന്റെ അടുത്ത് പോലും ഇല്ല. ഞാൻ പറയില്ലേ, സുരേഷ് ഗോപിയെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ ബോധ്യമാണെന്ന് ഈ പറയുന്നത്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ബോധ്യമാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ബോധ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ബുദ്ധി ഉപയോഗിച്ച് പറയുന്നതാണല്ലോ. അതിൽ സത്യമുണ്ടാകും എന്നാണല്ലോ അങ്ങ് പറയുന്നതിന്റെ അർത്ഥം. ചിലപ്പോൾ ശരിയായിരിക്കാം എന്നാണല്ലോ. അദ്ദേഹത്തിന് ശരി എന്ന തോന്നുന്ന, അദ്ദേഹത്തിന് ശരിയാണ് എന്ന് ബോധ്യമുള്ള കാര്യം അദ്ദേഹം തുറന്നു പറയുന്നു. ഇപ്പം ഇവിടുത്തെ ഞാൻ അതാ പറഞ്ഞത്, നമ്മുടെ ഈ എല്ലാ സത്യങ്ങളും പറയാൻ പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള ചില നിയമങ്ങളുണ്ടല്ലോ ഈ നാട്ടിൽ. അറിയാവുന്ന എല്ലാ കാര്യങ്ങളും പറയാൻ പാടില്ല. ഇപ്പൊ കൈരളി ചാനലിനെ സംബന്ധിച്ചോളം, ഇപ്പൊ ഒരുപക്ഷെ ലാലിനെ സംബന്ധിച്ചോളവും, താങ്കൾക്ക് നല്ല അപ്രീസിയേഷനും നല്ല ബഹുമാനവുമുള്ള ആൾക്കാർ കോൺഗ്രസിലും BJPയിലും ഉണ്ടാകും. പക്ഷെ താങ്കൾക്ക് കൈരളി ചാനലിൽ ഇരുന്ന് താങ്കൾക്ക് അത് പറയാൻ പറ്റില്ല. താങ്കൾ എന്നോട് ചിലപ്പോൾ വ്യക്തിപരമായിട്ട് ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും. സുരേഷ് ഗോപിയെ സംബന്ധിച്ചോളം ആ വ്യത്യാസങ്ങളില്ല. അദ്ദേഹം അങ്ങനെ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ആ വ്യത്യാസങ്ങളില്ല. അദ്ദേഹത്തിന് ശ്രീ ഷാബു പ്രസാദ്, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും കുറിച്ച് നമ്മൾ അങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് അത് തുറന്നു പറയാം. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അത് വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെയല്ല, ഇപ്പൊ ഇവിടെ സംഭവിച്ചത് അതല്ല. ഒറ്റ കാര്യം കൂടി ഇത് ഈ പറയുന്ന കെ കരുണാകരന് ശേഷം ഒരു കേന്ദ്രമന്ത്രിയും കേരളത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് ഒരു കേന്ദ്ര സഹമന്ത്രി, BJPയുടെ ഒരു നേതാവാണ് ശ്രീ സുരേഷ് ഗോപി. അദ്ദേഹം എത്ര നിഷ്കളങ്കനായ മനുഷ്യനാണെങ്കിലും അദ്ദേഹം തുറന്നു പറയുമ്പോൾ, പാർട്ടി അതിനകത്ത് ഇടപെടാതിരിക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അത് ശരിയാണ്, അദ്ദേഹത്തിൻ്റെ ബോധ്യം ശരിയാണെന്ന് പാർട്ടിയും അംഗീകരിക്കുന്നു എന്നാണ്. അപ്പോൾ ആ നിലയ്ക്ക് വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖറും ഒക്കെ ഈ കാലങ്ങളിൽ ചെയ്തതൊക്കെ വെറും രാഷ്ട്രീയം മാത്രമാണ് എന്ന് ഇപ്പോൾ പാർട്ടി അംഗീകരിക്കാൻ കൂടിയാണോ? ലാലെ, നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. എന്തായാലും താങ്കൾ ഇപ്പോഴെങ്കിലും കൈരളി ചാനലിലൂടെ ഇപ്പൊ സുരേഷ് ഗോപി പറഞ്ഞതല്ല സത്യം, രാജീവ് ചന്ദ്രശേഖറും വി മുരളീധരനും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് വ്യംഗ്യമായിട്ടെങ്കിലും താങ്കൾ പറയുന്നതിൻ്റെ അകത്ത് സന്തോഷമുണ്ട്. ഇനി മറ്റൊരു കാര്യം, രാജഗോപാലിന് ശേഷം കേന്ദ്രമന്ത്രിയായിരുന്ന പിന്നെ 10 വർഷത്തോളം ഇവിടെ UPA ഭരിച്ചിട്ടുണ്ട്. AK ആന്റണി കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു. KC വേണുഗോപാല്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഇവരൊക്കെ കേന്ദ്രമന്ത്രിമാരായിട്ടിരുന്ന നാടാണിത്.
ആ ഒരു എൻറ്റയർ ഗ്രൂപ്പിനെ മുഴുവനും പറഞ്ഞാണ്. അതിൻ്റെ അകത്ത് നിങ്ങൾ മുരളീധരനെയും അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെയും മാത്രം എടുത്ത് കാണിക്കണ്ട. അതിൻ്റെ അകത്ത് വലിയൊരു സംഘം തന്നെയുണ്ട്. അല്ല, അത് ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന ശ്രീ സുരേഷ് ഗോപി BJP-യുടെ മന്ത്രിമാരെ തള്ളിപ്പറയുമ്പോഴാണ് അത് വാർത്തയാകുന്നത്. മറ്റ് കോൺഗ്രസിനെ കുറിച്ച് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം അത് രാഷ്ട്രീയമാണെന്ന് പറയാം. ഒരു പാർട്ടിയെയും അതിൻ്റെ അകത്ത് എടുത്തു പറഞ്ഞിട്ടില്ല. ഒരു പാർട്ടിയെയും അതിൻ്റെ അകത്ത് എടുത്തു പറഞ്ഞിട്ടില്ല. അദ്ദേഹം, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ അതിൻ്റെ അകത്തെ ശരിതെറ്റുകളൊക്കെ അദ്ദേഹം തീരുമാനിക്കേണ്ടത്. അദ്ദേഹത്തിന് തോന്നിയ കാര്യം, അദ്ദേഹത്തിന് ബോധ്യം വന്ന കാര്യം, അദ്ദേഹത്തിന് ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യം അദ്ദേഹം തുറന്നു പറയുന്നു. അത് ചിലപ്പോൾ പ്രൈവറ്റ് പ്ലാറ്റ്ഫോമുകളിൽ, പലരും പ്രൈവറ്റ് പ്ലാറ്റ്ഫോമുകളിൽ മാത്രം പറയുന്ന കാര്യം, അദ്ദേഹത്തിന് പ്രൈവറ്റ് എന്നോ പബ്ലിക് എന്നോ ഇല്ല. അദ്ദേഹം എപ്പോഴും എല്ലായിടത്തും ഒരേപോലെ പെരുമാറുന്നു. അത് അദ്ദേഹം തുറന്നു പറയുന്നു. ശരി. അത് തന്നെയുള്ളൂ. പ്രകാശൻ മാസ്റ്റർ അത്ര നിഷ്കളങ്കമാണോ സുരേഷ് ഗോപി പറഞ്ഞ കാര്യങ്ങൾ? അത് ഏത് രീതിയിലാണ് കാണേണ്ടത്? നിങ്ങളൊക്കെ വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖറും ഒക്കെ കേന്ദ്രമന്ത്രിമാരായിരുന്ന സമയത്ത് കേരളത്തോട് കാണിച്ച സമീപനത്തെ ഒട്ടും സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലല്ല എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളവരാണ്. ഇന്ന് സുരേഷ് ഗോപി അത് പറയുമ്പോൾ, സുരേഷ് ഗോപി വിമർശിക്കാൻ പാകത്തിലുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ ചർച്ച തുടങ്ങുമ്പോൾ സുരേഷ് ഗോപി പറഞ്ഞ ഈ ഒരു വിമർശനത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? സുരേഷ് ഗോപി എന്ന വ്യക്തി എന്തു പറഞ്ഞു എന്നുള്ളതല്ലല്ലോ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയാണ്. BJP-യുടെ താമര ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച MP-യാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും BJP-യുടെയും നിലപാടുകൾ എന്നുള്ള നിലക്കല്ലാതെ ഒരു വ്യക്തിപരമായ നിലപാടാണ് എന്നുള്ള നിലക്ക് എങ്ങനെയാണ് ഇതിനെ കാണാൻ വേണ്ടി കഴിയുക? ഇവിടെ അദ്ദേഹം വളരെ വ്യക്തമായ നിലക്ക് പറഞ്ഞിട്ടുള്ളത്, കേരളത്തിൽ നിന്ന് നേരത്തെ BJP-യുടെ മന്ത്രിമാരായിട്ടുണ്ടായിരുന്ന ആളുകൾ, അത് ഏറ്റവും ഒടുവിലായിട്ടുള്ള മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് ബോധ്യം തന്നെ. അത് അദ്ദേഹത്തിന് വ്യക്തിപരമായ ബോധ്യമാവുന്നത് എങ്ങനെയാണ്? BJP-യുടെ കേന്ദ്രമന്ത്രി എന്നുള്ള നിലക്ക് അത് അദ്ദേഹത്തിന് വ്യക്തിപരമായ ബോധ്യമല്ലല്ലോ. പിന്നെ കേന്ദ്രമന്ത്രിമാരിപ്പോൾ മുരളീധരൻ്റെയും അതുപോലെ രാജീവ് ചന്ദ്രശേഖരൻ്റെയും ഒക്കെ നിലപാടുകൾ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഉന്നയിക്കുന്ന വിമർശനം എന്താ? കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ പരിഗണിക്കാതിരുന്നതാണ് ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള മഹാഭൂരിപക്ഷ സമയവും. കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരടക്കം കേരളത്തെ പരിഗണിക്കാനോ കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനോ ശ്രമിച്ചിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ നിന്ന് ഈ പറയുന്ന പോലെ CPM-ൻ്റെ ഒന്നും ആളുകൾ കേന്ദ്രമന്ത്രി ആയിട്ടില്ലല്ലോ. എന്നാൽ മുരളീധരൻ്റെയും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യത്തിൽ കാണാൻ കഴിയുന്ന കാര്യം എന്താ? അത് കേന്ദ്രം കേരളത്തെ ശത്രുതാപരമായിട്ട് വീക്ഷിക്കുന്ന, കേരളത്തിന് അർഹമായ കാര്യങ്ങളൊന്നും തരുന്നില്ലെന്ന് മാത്രമല്ല, കേരളത്തെ ആക്രമിക്കാൻ, കേരളത്തിലെ ജനതയെ ആക്രമിക്കാൻ, കേരളത്തെ ജനങ്ങൾക്ക് അർഹമായത് കൊടുക്കാതിരിക്കാൻ, അത് വെട്ടിക്കുറക്കാൻ കിട്ടാവുന്ന ഏതെല്ലാം സന്ദർഭങ്ങളുണ്ടോ അതെല്ലാം ഉപയോഗിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ കേരളത്തെ ആകെ അപമാനിക്കാൻ എങ്ങനെയെല്ലാം സാധിക്കുമോ അതിനെല്ലാം വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പങ്കാണ് നിർഭാഗ്യവശാൽ മുരളീധരൻ അടക്കമുള്ള ആൾക്ക് നിർവഹിച്ചത് എന്നുള്ളത് നേരത്തെ ഉള്ളൊരു വ്യത്യാസമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വികസിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. വിദ്യാഭ്യാസപരമായിട്ട് ആരോഗ്യപരമായിട്ടെല്ലാം വലിയ മുന്നേറ്റമുണ്ടാക്കിയ ഒരു നാടാണ്. സാംസ്കാരിക രംഗത്തും ഒരുപാട് മുന്നിട്ട് നിൽക്കുന്ന ഒരു നാടാണ്. കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങളല്ല. കേരളത്തിൻ്റെതായ തനത് പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യം, കേരളത്തിലെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യം, അതുപോലെ തന്നെ കേരളത്തിലെ തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട വിഷയം, കേരളത്തിൻ്റെ റോഡ് റെയിൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട വിഷയം, ആ കാര്യങ്ങളെല്ലാം സ്വീകരിച്ച നേരത്തെയുള്ള കേന്ദ്ര മന്ത്രിമാർ, ഇവിടെ കേരളത്തിലെ മന്ത്രിമാരടക്കം ഉണ്ടായ കാലത്ത് സ്വീകരിച്ച സമീപനങ്ങൾ നമുക്കെല്ലാം അറിയാവുന്നതാണല്ലോ. ഇപ്പോൾ ഇന്ത്യയിലെ റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. പക്ഷേ പാലക്കാട് കോച്ച് ഫാക്ടറി തരാം എന്ന് പറഞ്ഞിട്ട് അത് നൽകാൻ കൂട്ടാക്കുന്നില്ല. ഇവിടെ കേരളത്തിന് പ്രത്യേകമായിട്ട് റെയിൽവേ സോൺ വേണമെന്ന ആവശ്യം എത്ര പഴക്കമുള്ളതാണ്, നൽകാൻ കൂട്ടാക്കുന്നില്ല. ഈ കേരളം ആവശ്യപ്പെട്ടതിന് വലിയ ബൃഹത്തായ പദ്ധതിയാണല്ലോ കേരയിൽ. എത്ര മത്സരിച്ചാണ് കോൺഗ്രസിൻ്റെയും BJP-യുടെയും ആളുകൾ അതിനെ പരാജയപ്പെടുത്താൻ വേണ്ടി രംഗത്ത് വന്നത്. അപ്പോൾ കേരളത്തിന് ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, കേരളത്തോട് ശത്രുതാപരമായി പെരുമാറുന്നു
എന്ന കാര്യം കൂടിയാണ് മുരളീധരനെ പോലുള്ള ആളുകൾ ഈ കേരളത്തിൽ ചെയ്തിട്ടുള്ളത്. ഇന്ന് എന്നെ മറുപടി പറയുമ്പോഴത്തേക്കും പറഞ്ഞെന്താ, ഞാൻ ചെയ്ത കാര്യങ്ങൾ കേരളത്തിൽ അറിയാം, കേരളത്തിലെ ജനങ്ങൾക്കറിയാം. എന്ത് കാര്യം? അത് എന്ത് കാര്യം ചെയ്തു എന്നാണ്. ഈ കേരളത്തിൽ കഴിഞ്ഞ 5 കൊല്ലക്കാലമായിട്ട് BJPയുടെ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്. ഒരു കാര്യം ചെയ്യാൻ അവർ മുന്നോട്ടേക്ക് വന്നില്ലല്ലോ. കേരളത്തിന് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് തങ്ങൾക്ക് അർഹതപ്പെട്ട കടം വാങ്ങാൻ സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നു എന്നുള്ളതല്ലേ കാണാൻ വേണ്ടി കഴിയുന്നൊരു കാര്യം. കേന്ദ്രത്തിൻ്റെ നേരിട്ട് പ്രതിനിധിയായിട്ടുള്ള ഗവർണറെ എത്ര നിർലജ്ജമായിട്ടാണ് കേരള ഗവൺമെൻറ്റിനായിട്ടുള്ള ഒരു ചട്ടുകമായിട്ട് ഇവരുടെ എല്ലാം പിൻബലത്തോടെ കേന്ദ്ര ഗവൺമെൻറ് BJPയും ഉപയോഗിച്ചത്. അപ്പോൾ കേരളത്തിലെ കേന്ദ്രമന്ത്രിമാർ കേരളത്തോട് ന്യായമായ നിലപാടെടുക്കുന്നില്ലെന്ന് മാത്രമല്ല, കേരളത്തിലെ വികസനങ്ങളിൽ പങ്കുവഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, കേരളത്തോട് ശത്രുതാപരമായി പെരുമാറുന്ന ഇന്ത്യയുടെ ഭാഗമാണ് കേരളം എന്ന് പോലും അംഗീകരിക്കാത്ത ശത്രുതാപരമായ നിലപാട്. ആ നിലപാട് കണ്ടു മടുത്തിട്ടാവാം അതെല്ലാം സുരേഷ് ഗോപിയും കാണുന്നുണ്ടല്ലോ. കരുണാകരന് ശേഷം ആരും തന്നെ കേരളത്തിൽ കേന്ദ്രമന്ത്രിമാർ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് പറയാൻ അദ്ദേഹം നിർബന്ധിക്കപ്പെടുന്നത് അതിന് മേലെയായിരിക്കാം. അതുകൊണ്ട് അതിനിപ്പോൾ ആ കാര്യങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ടല്ലേ ഇവിടെ BJPയുടെ ആളുകൾ നിലപാട് സ്വീകരിക്കുന്നത്. ഞാൻ ചെയ്ത കാര്യം എന്താണ് എന്ന് ജനങ്ങൾക്കറിയാം എന്ന് പറഞ്ഞാൽ അത് സുരേഷ് ഗോപിക്ക് അറിയില്ല എന്നല്ലേ ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം അതുകൊണ്ട് ഇവിടെ വളരെ ഗൗരവമായ കേരളത്തിൻ്റെ കേന്ദ്രമന്ത്രി, അദ്ദേഹം ഒരു നിഷ്കളങ്കനായ മനുഷ്യനാണ്, അദ്ദേഹം തോന്നുന്നെല്ലാം വിളിച്ചു പറയുന്ന ഒരാളാണ് എന്നൊന്ന് പറഞ്ഞാൽ കേന്ദ്രമന്ത്രി പറയുന്നതിനെ എങ്ങനെയാണ് നമുക്ക് അങ്ങനെയല്ലാതെ ന്യായീകരിക്കാൻ കഴിയുക? പിന്നെ നേരത്തെ പറഞ്ഞതിൽ ഒരു ചെറിയ വസ്തുതാപരമായിട്ട് തെറ്റിയെ ചൂണ്ടിക്കാണിച്ച അബ്ദുള്ള കുട്ടിയെ CPM പുറത്താക്കിയത് നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചുകൊണ്ടാണ്. അല്ല, നരേന്ദ്രമോദിയുടെ പാർട്ടിയിലേക്ക് അദ്ദേഹം പോയി അടുത്ത കാലത്താണല്ലോ. അദ്ദേഹം ആദ്യം പോയത് ഞങ്ങളിന്ന് കോൺഗ്രസിലേക്കാണ്. അദ്ദേഹത്തെ പുറത്താക്കിയതിൻ്റെ കാരണം അതേയല്ല, അദ്ദേഹത്തിന് ഒരു കാരണവശാലും കമ്മ്യൂണിസ്റ്റായിട്ട് നിൽക്കാനാവുന്നില്ല എന്ന പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തെ നമ്മൾ പുറത്താക്കിയത്. അല്ലെ നരേന്ദ്രമോദിയെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഒരാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന നിലപാടൊന്നും ഞങ്ങൾ സ്വീകരിക്കില്ല. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ എന്താണോ ഞങ്ങൾ നേരത്തെയുള്ള കേന്ദ്ര മന്ത്രിമാരെ സംബന്ധിച്ച് കോൺഗ്രസ് ആവട്ടെ അതുപോലെ BJP ആവട്ടെ പറഞ്ഞു വന്നത്, ആ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഏതാണ്ട് ശരിയാണ് എന്നാണിപ്പോൾ ഇവിടെ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അത് അങ്ങനെ അല്ലെങ്കിൽ അത് എന്താണ് കാര്യം എന്താ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പറയാൻ കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ BJPയുടെ ആളുകൾ മുന്നോട്ടേക്ക് വരണം. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ മുരളീധരന് പറയാനില്ല, രാജീവ് ചന്ദ്രശേഖരന് പറയാനില്ല. അപ്പം അതുകൊണ്ട് അത് അവരാണ് വെളിവാക്കേണ്ടത്. അദ്ദേഹം ഉള്ള കാര്യം, അദ്ദേഹത്തിന് തോന്നിയ കാര്യം അത് പറഞ്ഞു. തീർച്ചയായിട്ടും നിലവിലുള്ള കേന്ദ്രമന്ത്രിയുടെ നിലപാടായിട്ട് മാത്രമേ കേരളത്തിലെ ജനങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയൂ. പറഞ്ഞത് വസ്തുതയാണ് എന്നുള്ളത് കേരളത്തിൻ്റെ അനുഭവമാണ്. ശരി, ശ്രീ N. ശ്രീകുമാർ, കേരളത്തിന് ഈ പരാതി ഉള്ളത് നേരത്തെയും ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. കേന്ദ്രത്തിൽ ഉള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന കേരളത്തിൽ നിന്ന് ഉള്ള അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള ആളുകൾ അവിടെ കേന്ദ്രമന്ത്രിമാരായിരിക്കുമ്പോൾ ഇവിടെ കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാടുകൾ എടുക്കുക എന്നുള്ളത് വലിയ വാർത്തയും ചർച്ചയുമാണെന്നാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കുവൈറ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പോലും ഇവിടെ മന്ത്രിയെ അങ്ങോട്ട് അയക്കുന്ന കാര്യത്തിൽ പോലും ഈ മുൻ കേന്ദ്രമന്ത്രിമാർ സ്വീകരിച്ച നിലപാടുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ പുറത്തു വന്നിട്ടുള്ളതുമാണ്. അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞ കാര്യമുണ്ടല്ലോ, കരുണാകരനിൽ നിന്ന് ഒരു പാലമിട്ട് ഇപ്പുറത്തേക്ക് അതിൻ്റെ മറുഭാഗം പരിശോധിക്കുമ്പോൾ അവിടെ ഒരാളെയും കാണാൻ സാധിക്കുന്നില്ല. കരുണാകരന് അപ്പുറം അതുപോലെ എന്തെങ്കിലും ചെയ്ത ഒരാളും ഇല്ല, കേരളത്തിന് വേണ്ടി ചെയ്തവരാരുമില്ല എന്ന് പറയുമ്പോൾ താങ്കൾ അതിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? കോൺഗ്രസ് സഹയാത്രികൻ മാത്രമല്ല, ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ കൂടിയാണ് താങ്കൾ. ഈ V. മുരളീധരനും രാജീവ് ചന്ദ്രശേഖരും ഒക്കെ ഏത് രീതിയിൽ ആണ് സുരേഷ് ഗോപിയുടെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് വേണം കാണാൻ. നോക്കൂ ഡോക്ടർ ലാല്, ശ്രീ സുരേഷ് ഗോപി കേന്ദ്രത്തിലെ NDA ഗവൺമെൻറ്റിൽ BJP പ്രതിനിധിയായ മന്ത്രിയാണ്. അദ്ദേഹം ഇന്ദിരാഗാന്ധിയെ ഭാരതമാതാവ് എന്ന് വിളിച്ചപ്പോൾ സത്യത്തിൽ അതൊരു വലിയ പ്രായശ്ചിത്തമായിട്ട് എനിക്ക് തോന്നിയത്, മൊത്തം BJPക്ക് വേണ്ടിയുള്ളൊരു പ്രായശ്ചിത്തം. കാരണം ഇന്ദിരാഗാന്ധിയെ ഭാരതമാതാവ് എന്ന് വിളിക്കാൻ തീരെ താല്പര്യമില്ലാത്തൊരു കക്ഷിയാണ് BJP. മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിക്കുന്ന നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്താണ് പ്രധാനമന്ത്രി പറഞ്ഞതെന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ. മാത്രമല്ല ഇന്ദിരാഗാന്ധിയെ രാഷ്ട്രമാതാവ് എന്നാണ് കോൺഗ്രസ്സുകാർ അവർ മരിച്ച ശേഷം വിളിച്ചിരുന്നത്.
രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയും രാഷ്ട്രമാതാവ് ഇന്ദിരാഗാന്ധിയും. അത് രാഷ്ട്രമാതാവിന് പകരം ഇദ്ദേഹം ഭാരത മാതാവാക്കി മാറ്റി. നല്ല കാര്യമാണത്. പക്ഷേ ഈ സർട്ടിഫിക്കറ്റ് സുരേഷ് ഗോപിയിൽ നിന്ന് കിട്ടാൻ കോൺഗ്രസ്സിന് കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അദ്ദേഹം പറഞ്ഞു അത് മനസ്സിൽ തട്ടി പറഞ്ഞതാണെന്നുള്ളതിൻ്റെ കാരണം, ഇദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം തിരുവനന്തപുരത്ത് ആദ്യം പറഞ്ഞത് ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയെ നിർമ്മിച്ചതെന്നാണ്, ഇന്ത്യയുടെ ആർക്കിടെക്റ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഇന്ദിരാഗാന്ധി ഇന്ത്യയെ ഒരു ആർക്കിടെക്റ്റ്, ഒരു രൂപകൽപ്പന ചെയ്ത നേതാവെന്ന് പറയുക, രാഷ്ട്രമാതാവെന്ന് പറയുക, ഇതൊന്നും നിസ്സാര കാര്യമല്ല. ഇതൊക്കെ BJPയുടെ പ്രതിനിധിയായ കേന്ദ്രമന്ത്രി പറയുന്നതിൽ എന്തായാലും കോൺഗ്രസ്സുകാർക്ക് സന്തോഷിക്കാം. ഇന്ദിരാഗാന്ധിയെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം ആഹ്ലാദം പകരുന്ന ഒരു വിശേഷണമാണത്. പിന്നെ അദ്ദേഹം പറഞ്ഞത് കേന്ദ്രമന്ത്രിയായിട്ട് കെ കരുണാകരൻ ചെയ്തതിന് ശേഷം O രാജഗോപാൽ, എനിക്ക് തോന്നുന്നു അദ്ദേഹം ആ കേന്ദ്രമന്ത്രിമാരുടെ ചരിത്രത്തെക്കുറിച്ച് വല്ലാതെ പഠിച്ച് കാണുകയില്ല. കാരണം കേന്ദ്രമന്ത്രിയായത് കരുണാകരൻ കേന്ദ്രമന്ത്രിയായത് വ്യവസായ മന്ത്രിയായിട്ടാണ്. അതും ഖനവ്യവസായം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ കുറച്ച് കാലം അദ്ദേഹം കേന്ദ്രമന്ത്രി ആയിരുന്നിട്ടുള്ളൂ. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. മുഖ്യമന്ത്രിയായ കരുണാകരനാണ് കേരളത്തിന് വേണ്ടി ചെയ്തത്. നെടുമ്പാശ്ശേരി മാത്രം മതി. BJP നേതാക്കൾ ഇന്ന് സ്വീകരണത്തിനൊക്കെ വേണ്ടി ഇറങ്ങുന്ന വിമാനത്താവളം ഉണ്ടല്ലോ നെടുമ്പാശ്ശേരി, അത് കെ കരുണാകരൻ്റെ ഒരു സൃഷ്ടിയാണ്. അത് അദ്ദേഹം പറഞ്ഞ ശരിയാണ്. പക്ഷേ CH മേനോനെ മറക്കാൻ പറ്റുമോ? മറക്കാൻ പറ്റില്ല. പക്ഷേ മുഖ്യമന്ത്രിയായ ആളുകളെ കുറിച്ചല്ല, കേരള സംസ്ഥാനത്തെ ഭരണാധികാരികളെ കുറിച്ചല്ല അദ്ദേഹം പറഞ്ഞത്. കേന്ദ്രമന്ത്രിമാരെയാണ് താരതമ്യം ചെയ്തത്. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്സ് ആണോ എന്ന് കൂടി അന്വേഷിക്കുകയാണല്ലോ നമ്മളിപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്, എന്തുകൊണ്ട്, ആരോടാണ് അദ്ദേഹം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആർക്കാണ് അദ്ദേഹം ചില ചോദ്യങ്ങൾ ചെയ്യുന്നത്? വി മുരളീധരൻ ഉടനെ തന്നെ ഇത് കേട്ട ഉടനെ മറുപടി പറയുകയും ചെയ്തു, പ്രതികരിക്കുകയും ചെയ്തു. അപ്പോൾ അത് കൃത്യമായോ കാര്യങ്ങൾ? അല്ല, ഞാൻ പറഞ്ഞു വന്നത് ലാൽ ഉൾക്കൊണ്ടുകയാണെന്ന് വിചാരിക്കുന്നു. കേന്ദ്രമന്ത്രി ആയിട്ടല്ല കരുണാകരൻ കേരളത്തിന് വേണ്ടി അധികം ചെയ്തത്, മുഖ്യമന്ത്രിയായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റ് മുഖ്യമന്ത്രിമാരെയും കൂടെ ഞാൻ താരതമ്യം ചെയ്തു. ഇനി കേന്ദ്രമന്ത്രി അദ്ദേഹം AK ആൻ്റണി, ഇവിടെ ശ്രീ സാബു പ്രസാദ് പറഞ്ഞു AK ആൻ്റണി 10 വർഷം പ്രതിരോധ മന്ത്രിയായിട്ട് എന്ത് ചെയ്തു എന്ന്. ഷാബു പ്രസാദിൻ്റെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി, നമ്മുടെയൊക്കെ പ്രധാനമന്ത്രി, 2014 അധികാരമേറ്റിട്ട് ആദ്യത്തെ ഔദ്യോഗിക പരിപാടി കാർവാറിൽ വിക്രമാദിത്യ എന്ന മുങ്ങിക്കപ്പലിൻ്റെ നീറ്റിലിറക്കുന്ന പരിപാടിയായിരുന്നു. വിക്രമാദിത്യ എന്ന പേരിട്ട ആളുടെ പേര് AK ആൻ്റണി എന്നാണ്. അതോടെ നിൽക്കട്ടെ, അത് ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. പിന്നെ കേരളത്തിലെ ബ്രഹ്മോസ് ആര് കൊണ്ടുവന്ന? പഴയ KHL ബ്രഹ്മോസായിട്ട് ആരാ കൊണ്ടുവന്നേ? AK ആൻ്റണിയാണ്. ഏഴിമല നാവിക അക്കാദമിക്ക് തറക്കല്ലിട്ടത് ആരാണ്? രാജീവ് ഗാന്ധി. ഉദ്ഘാടനം ചെയ്തത് ആരാണ്? മൻമോഹൻ സിംഗ്. ആരുടെ കാലത്താണ് ഫണ്ടൊക്കെ അനുവദിച്ചത്? AK ആൻ്റണി. പോരെ? കളമശ്ശേരി ബെൽ ഓർമ്മയുണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ കാസർഗോഡ് കല്യാശ്ശേരിയിലെ എയറോനോട്ടിക് ഓർമ്മയുണ്ടോ? എത്ര പദ്ധതികൾ വേണം? അത് ഒരിക്കലേ ഇളമരം കരീം ബേപ്പൂരിലെ ഒരു പദ്ധതിക്കാൻ തുതിക്കുന്ന നിർദ്ദേശമുള്ള പദ്ധതിയാൻ തോന്നുന്നു. ആ പദ്ധതിയുടെ ഫണ്ട് അനുവദിച്ച് AK ആൻ്റണിയാണ്. അത് ബേപ്പൂരിലൊരു പരിപാടിക്ക് ഇളമരം കരീം വ്യവസായ മന്ത്രിയാണ് കേരളത്തിൻ്റെ. AK ആൻ്റണിയെ പുകഴ്ത്തിയെന്ന് അദ്ദേഹം, മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ AK ആൻ്റണി പ്രതിരോധ മന്ത്രിയായ 10 വർഷമാണ്. പിന്നെ വേണ്ട കേന്ദ്രമന്ത്രി KV തോമസ് മാഷ് ഭക്ഷ്യ സുരക്ഷാ സംവിധാനം UPA ഗവൺമെൻറ് കൊണ്ടുവന്ന അദ്ദേഹമല്ലേ? അതെന്താ നമുക്ക് മറക്കാൻ പറ്റുമോ? ശ്രീ N ശ്രീകുമാർ, ഒരുപക്ഷെ കെ കരുണാകരനേക്കാൾ ആന്റണിയും KV തോമസ് മാഷും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് താങ്കളെ കൊണ്ട് പറയിക്കുക എന്നുള്ളത് ശ്രീ സുരേഷ് ഗോപി ഉദ്ദേശിച്ചോ എന്നുള്ളത് എനിക്കറിയില്ല. അത് താങ്കൾ തന്നെ ആലോചിക്കുക. പക്ഷേ അവിടെ കോൺഗ്രസ്സുകാരായ കേന്ദ്രമന്ത്രിമാരെ ഒരുപക്ഷെ സുരേഷ് ഗോപി രാഷ്ട്രീയമായി അംഗീകരിക്കുന്നില്ല എന്ന് നമുക്ക് കരുതാം. പക്ഷേ അതേസമയം അദ്ദേഹം തള്ളിപ്പറയുന്നവരുടെ കൂട്ടത്തിൽ BJPയുടെ തന്നെ കേന്ദ്രമന്ത്രിമാർ ഉണ്ട് എന്ന് വരുന്നതും, ഒരു കേന്ദ്രമന്ത്രി ഉടനെ തന്നെ അതിനെ എതിർത്തുകൊണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തത് ജനങ്ങൾക്കറിയാമെന്ന് പറഞ്ഞതും താങ്കളുടെ മുമ്പിലേക്ക് വരുന്നില്ലേ? അതാണ് ശരിക്കും ചർച്ച ചെയ്യേണ്ടത്. അല്ല, ഞാൻ അതിലേക്ക് കൊണ്ടുവരികയാണ്. കേന്ദ്രമന്ത്രിമാരുടെ ചരിത്രം പഠിക്കണ്ടേ ആദ്യം? കേന്ദ്രമന്ത്രിമാർ എന്തൊക്കെ കൊണ്ടുവന്നതിൻ്റെ ചരിത്രം പഠിക്കണം. അപ്പോൾ എല്ലാ സഹമന്ത്രിമാർക്കും എല്ലാം കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പോൾ സുരേഷ് ഗോപി പെട്രോളിയം സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റ് മന്ത്രി എടുക്കുന്ന തീരുമാനം നടപ്പാക്കാനല്ലേ പറ്റുള്ളൂ.
ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ ചെയ്തികളൊന്നും ഒരു സഹമന്ത്രിക്ക് പറ്റില്ല. സഹമന്ത്രിയുടെ ഡ്യൂട്ടി എന്താണെന്നുള്ളത് നമുക്കറിയാമല്ലോ. പക്ഷേ അദ്ദേഹം ഇന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് ഞാൻ വരുമ്പോൾ ഈ കേന്ദ്രമന്ത്രിമാരൊക്കെ ചെയ്ത കാര്യത്തെ വിസ്മരിച്ചുകൊണ്ട് ഒ രാജഗോപാൽ കഴിഞ്ഞ ശേഷം ആരുമില്ല എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊണ്ട് അത് കൊണ്ടു മനസ്സിൽ തറച്ചു മുരളീധരനെ. അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു, വി മുരളീധരൻ. അദ്ദേഹം പറഞ്ഞു ഞാൻ ചെയ്തത് എന്താണ് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞു. ലാല് ചോദിച്ചില്ല അദ്ദേഹം എന്താ ചെയ്തതെന്നുള്ളത്. ആ മന്ത്രിക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കും അദ്ദേഹം ചെയ്തത്, പക്ഷേ ആ മന്ത്രിക്കുള്ള വിശ്വാസം ബി ജെ പിക്കില്ല. അവിടെയാണ് കാര്യം. ബി ജെ പിക്ക് ഉണ്ടെങ്കിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഇന്നോ നാളെ അഭിപ്രായം പറയണം. അതായത് മുരളീധരൻ ചെയ്തു, അൽഫോൺസ് കണ്ണന്താനം ചെയ്തു, ഒ രാജഗോപാൽ ചെയ്തതുപോലെ എന്ന് പറയണം. അത് കെ സുരേന്ദ്രനാണ് പറയേണ്ടത്, നമ്മളല്ല പറയണ്ടേ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ മുരളീധരൻ എന്താ പറഞ്ഞതെന്നറിയോ? ഞാൻ ഇന്നലെ സുരേഷ് ഗോപി എനിക്കൊപ്പം ഉണ്ടായിരുന്നു. സുരേഷ് ഗോപിക്കൊപ്പം ഇന്നലെ മുരളീധരൻ ഉണ്ടായിരുന്നു എന്നല്ല പറഞ്ഞേ. മുരളീധരൻ്റെ ഒപ്പം ഇന്നലെ കേന്ദ്രമന്ത്രി ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം മുരളീധരൻ അവിടെ ഒരു കൊത്തി അത് നമ്മൾ ആലോചിക്കണം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴേ ഷാബു പ്രസാദ് പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. അദ്ദേഹം ഒരു പരിപൂർണ്ണ രാഷ്ട്രീയക്കാരനല്ലെന്നൊക്കെ ഉള്ള ധാരണയുണ്ടല്ലോ. പക്ഷെ ഒരു കാര്യം എനിക്ക് പ്രകാശൻ മാഷോട് പറയാനുള്ളത്, തൃശ്ശൂരിൽ ബി ജെ പി ജയിച്ചു എന്ന് എന്തിനാ മാഷ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു എന്ന് പറയൂ. സുരേഷ് ഗോപിയാണ് ജയിച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുരേഷ് ഗോപി ഞാൻ തൃശ്ശൂരിലെ എല്ലാ വിഭാഗം ജനങ്ങളും എന്നെ ജയിപ്പിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം എപ്പോഴും പറയുന്നത്. അവിടെ നിങ്ങൾ ബി ജെ പിക്ക് വോട്ട് കൂടി ബി ജെ പിയാണ് ജയിച്ചതെന്ന് എന്തിനേ പറഞ്ഞ് ഇത് മാറ്റുന്നത്? അവിടെ പ്രകാശൻ മാഷ പാർട്ടി ശ്രദ്ധിക്കേണ്ടത്, സുരേഷ് ഗോപി എന്ന വ്യക്തി അദ്ദേഹം തന്നെ പറയുന്നു അദ്ദേഹത്തിന് എല്ലാ വിഭാഗവും വോട്ട് ചെയ്തു, താമര ചിഹ്നത്തിൽ മത്സരിച്ചു എന്നുള്ളത്. സുരേഷ് ഗോപി പറഞ്ഞതിനെ ബി ജെ പി പറഞ്ഞതായപ്പോ കാണുന്നില്ലേ? സുരേഷ് ഗോപി പറഞ്ഞത് അപ്പോൾ ബി ജെ പി പറഞ്ഞ അഭിപ്രായമായിട്ട് ബി ജെ പിയുടെ അഭിപ്രായമായിട്ട് ശ്രീകുമാർ കാണുന്നില്ലേ? അല്ല, ബി ജെ പിയുടെ അഭിപ്രായം അല്ലല്ലോ. സുരേഷ് ഗോപി പറഞ്ഞ മുരളീധരനെ കുറിച്ച് പറഞ്ഞില്ല. അപ്പം ബി ജെ പി അഭിപ്രായം പറയണം. സുരേഷ് ഗോപി പറഞ്ഞ ശരിയാണെന്ന് ബി ജെ പി പറഞ്ഞാൽ സുരേഷ് ഗോപി എന്ന ബി ജെ പിക്കാരനെ അംഗീകരിക്കാം. അതല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ അഭിപ്രായം എന്ന രീതിയിൽ ഇവിടെ ഷാബു പ്രസാദും അതിനെ വർണ്ണിച്ചു കണ്ടു. അപ്പം നാളെ ബി ജെ പി ആണ് പറയേണ്ടത്. കെ സുരേന്ദ്രൻ പറയണം മുരളീധരൻ മികച്ച മന്ത്രിയായിരുന്നു, മുരളീധരന്റെ പേരും നമ്മൾ പറയേണ്ടതുണ്ട് എന്ന് ബി ജെ പി സുരേഷ് ഗോപിക്ക് പ്രതികരണം നടത്തിയിട്ട് ഞാൻ ശ്രീ ഷാബു പ്രസാദിലേക്ക് വരാം. ശ്രീ പ്രകാശൻ മാസ്റ്റർ, ഇവിടെ ബി ജെ പിയുടെ താമര ചിഹ്നത്തിലാണ് അദ്ദേഹം മത്സരിച്ചത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കോൺഗ്രസ്സുകാർ ഏതാണ്ട് 1 ലക്ഷത്തോളം വോട്ട് മറിച്ചു കൊടുത്തിട്ടാണ് അദ്ദേഹത്തെ ജയിപ്പിച്ചത് എന്നുള്ളതിൻ്റെ പേരിൽ ആ പാർട്ടിക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പടലപിടക്കങ്ങൾ നമ്മളെല്ലാം കാണുന്നുണ്ടല്ലോ. ഇവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അഭിപ്രായങ്ങൾ അത് ബി ജെ പിയുടെ അഭിപ്രായങ്ങളല്ല എന്ന് പറയേണ്ടത് ബി ജെ പിക്കാരാണ്. ഇപ്പോൾ ഇന്ദിരാഗാന്ധിക്കെതിരെ എത്ര വലിയ പോരാട്ടം നടത്തിയൊരു പാർട്ടിയാണ് ജനസംഘം. ഇപ്പോൾ അതിൽ എം പി പറയുന്നു ഇന്ദിരാഗാന്ധി ഭാരത മാതാവാണ്, അംഗീകരിക്കുന്നുണ്ടോ? ഇപ്പോൾ സുരേന്ദ്രനും അതുപോലെ തന്നെ പത്രക്കാരെ കണ്ടിട്ട് ഇപ്പോൾ, പക്ഷേ അവരാ കാര്യങ്ങൾ പറഞ്ഞില്ലല്ലോ. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മുരളീധരൻ പറഞ്ഞു ഞാൻ ചെയ്ത കാര്യം എന്താണെന്ന് ജനങ്ങൾക്കറിയാം. പറയട്ടെ, എന്തു കാര്യമാണ് കേരളത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തിരിക്കുന്നത്? ഇവിടെ ഈ സുരേഷ് ഗോപി പറഞ്ഞതല്ല ശരി എന്ന് അദ്ദേഹം പറയേണ്ടത്, അദ്ദേഹം പറയുന്നില്ലല്ലോ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ നല്ലതുപോലെ ബോധ്യമുണ്ട്. ഇവിടെ സുരേഷ് ഗോപിയെ എന്തുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ ഈ നിലക്ക് സഹായിച്ചത്, സുരേഷ് ഗോപി ജയിക്കുന്നത് എന്തെല്ലാം അടിസ്ഥാനത്തിലാണ്, ഈ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം തന്നെ നല്ലതുപോലെ കേരളീയർക്ക് അറിയുന്നതാണല്ലോ. പിന്നെ ബി ജെ പിക്കാരുടെ വർത്തമാനങ്ങളെ കഴിഞ്ഞ കുറേ കാലമായിട്ട് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ബി ജെ പിക്കാർക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ചെറിയ വർധന അതൊരു സ്ഥായിയായ എന്തോ ഒരു മുന്നേറ്റമാണ് എന്നൊന്നും ഞങ്ങൾ വിചാരിക്കുന്നില്ല. ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് 30 MLA കിട്ടിയാൽ ഗവൺമെൻറ് ഉണ്ടാക്കും എന്ന് പറഞ്ഞ പാർട്ടിയല്ലേ ബി ജെ പി. അതുപോലെ തന്നെ ഞാൻ മുഖ്യമന്ത്രിയാവാം എന്ന് പറഞ്ഞ ആൾ മത്സരിച്ച് ബി ജെ പി കൊണ്ട് മത്സരിച്ച ഒരു നാടല്ലേ ഈ നാട്. അപ്പം അതുകൊണ്ട് ഇവിടെ ബി ജെ പിക്കാരാണ് വ്യക്തമാക്കേണ്ടത് ഞങ്ങൾക്ക് ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് യോജിപ്പില്ല, അല്ലെങ്കിൽ ബി ജെ പിയുടെ അഭിപ്രായം അല്ലാതെ. അതുപോലെ തന്നെ അതിനോടുള്ള കേന്ദ്രമന്ത്രിയാണല്ലോ അദ്ദേഹം, അതിനോടുള്ള കോൺഗ്രസ് നിലപാടെന്താണ് അതവർ പറയണം. ഇപ്പോൾ ഇന്ദിരാഗാന്ധിയെ പിന്നെ ഭാരത മാതാവ് ഇവിടെ പറഞ്ഞല്ലോ, രാജ്യത്തിൻ്റെ ശില്പി ഇന്ദിരാഗാന്ധിയാണ്. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ് നെഹ്റുവിനെ മറന്നോ? നെഹ്റുവിനേക്കാൾ വലുതാണോ ഇന്ദിരാഗാന്ധിയുടെ പങ്ക്? അങ്ങനെയാണോ അവർ വിചാരിക്കുന്നത്?
അപ്പോൾ അത്തരം കാര്യങ്ങൾ പാർട്ടിയുടെ നിലപാട് അവരാണ് വ്യക്തമാക്കേണ്ടത്. ഇവിടെ പറയുന്നത് കേട്ടാൽ തോന്നുക ഇന്ദിരാഗാന്ധിയാണ് ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന ശില്പി എന്നാണ്. പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച്, ഇന്ത്യയിലെ സാമൂഹിക ഘടനയെക്കുറിച്ച് അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ അടിസ്ഥാന ഘടന ഉണ്ടാക്കുന്നതിൽ ഇന്ദിരാഗാന്ധിയേക്കാൾ വലിയ പങ്ക് വഹിച്ചത് നെഹ്റുവാണ്. അത് നിഷേധിക്കാനാവുന്നൊരു കാര്യമല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഈ പറയുന്ന ആളുകളുടെ സ്ഥാനം, അവരിയ്ക്കുന്ന ഉത്തരവാദപ്പെട്ട സ്ഥാനം ഏത്, അത് പ്രധാനപ്പെട്ട വിഷയമാണ്. ആ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയല്ല എന്ന് പറയാൻ അത് BJPക്കാണ് ഉത്തരവാദിത്തം. പറയുന്ന കാര്യങ്ങളിൽ പ്രതികരണം എന്ത് എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികൾ പറയേണ്ടതാണ്. ശരി, ശ്രീ N. ശ്രീകുമാർ, അപ്പോൾ കോൺഗ്രസും മറുപടി പറയേണ്ട ഒരു കാര്യമാണിത്. കോൺഗ്രസ് ഇതിനകത്ത് ഔദ്യോഗികമായി കാര്യങ്ങൾ കാണുന്നുണ്ടോ എന്നുള്ളതും, കോൺഗ്രസ്സിന് തൃശ്ശൂരിലെ വിജയത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഒക്കെ പറയാൻ പോലും തൽക്കാലം സമയം കിട്ടുന്നില്ലല്ലോ, അവിടുത്തെ അടി തീരുന്നില്ലല്ലോ. ഡോക്ടർ ലാലേ, ഞാനതാണ് പറഞ്ഞത്. പ്രകാശ് മാസ്റ്റർ ഈ ഉത്തരം ഞാൻ പ്രതീക്ഷിച്ചേ. അതായത് കോൺഗ്രസ് തൃശ്ശൂരിൽ BJPയെ സഹായിച്ചു എന്ന് വരുത്തി അവർക്ക് വേണ്ടു. മാഷ് ചോദിക്കുക 1 ലക്ഷം വോട്ട് എവിടെ പോയത്? എൻ്റെ മാഷേ, ഇവിടെ CPMൻ്റെയും LDFൻ്റെയും വോട്ടുകൾ BJPക്ക് പോയി എന്ന് CPMും LDFും പറയുന്നുണ്ട്. അതിവിടെ ഇവിടുത്തെ സ്ഥാനാർത്ഥി പറയുന്ന കാര്യങ്ങൾ എന്താണ്? തൃശ്ശൂരിലെ കണക്കുകൾ അങ്ങനെയല്ലല്ലോ. തൃശ്ശൂരിലെ കണക്കുകൾ ഞാൻ താങ്കൾക്ക് വീണ്ടും പറഞ്ഞു തരണമല്ലോ. തൃശ്ശൂരിലെ കണക്ക് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്. എനിക്ക് പറയണ്ട, ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. തൃശ്ശൂരിലെ കണക്കാണ് ഞാൻ പറയുന്നത്. 85,000 വോട്ട് കോൺഗ്രസിന് കഴിഞ്ഞ തവണ കിട്ടിയത് എവിടെ പോയി എന്നാണ് പ്രകാശ് മാഷിൻ്റെ പാർട്ടി ചോദിക്കുന്നത്. ശരിയാണ്, ആ വോട്ട് പോയി, ഓക്കെ, ശരി. അപ്പോൾ കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് കിട്ടിയ 1.5 ലക്ഷം വോട്ട് എവിടെ പോയി എന്നുള്ള മറുചോദ്യമുണ്ട്. ഞാൻ പറഞ്ഞ നമ്മൾ ഈ കണക്കുകൊണ്ട് എന്തിനാണ് ജയിപ്പിക്കുന്നത്? ഇവിടെ സുരേഷ് ഗോപി ജയിച്ചത് എങ്ങനെയാണെന്ന് പത്രപ്രവർത്തകർക്കും അറിയാം, രാഷ്ട്രീയ നിരീക്ഷകർക്കും അറിയാം, നിരീക്ഷിക്കുന്നവർക്കും അറിയാം, ഒരു പരിധിവരെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും അറിയാം, BJPക്കാർക്കും അറിയാം. BJP പോലും അറിയാം ഇവിടെ സുരേഷ് ഗോപി ആയിരുന്നില്ല സ്ഥാനാർത്ഥിയെങ്കിൽ ഇവിടെ BJP ജയിക്കില്ല. കാരണം രാഷ്ട്രീയ മത്സരം നടന്നത് ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തുമാണ്. സുരേഷ് ഗോപിക്ക് പോയത് എന്നുള്ളത് കൃത്യമായി കോൺഗ്രസ് അല്ലേ ഉത്തരം പറയേണ്ടത്? തീർച്ചയായിട്ടും കോൺഗ്രസ് വിലയിരുത്തി കഴിഞ്ഞു. സുരേഷ് ഗോപിക്ക് ഒരുപാട് പേർ കോൺഗ്രസിലുള്ളവർ വോട്ട് ചെയ്തിട്ടുണ്ട്, CPMിലുള്ളവർ വോട്ട് ചെയ്തിട്ടുണ്ട്, CPIയിലുള്ളവർ വോട്ട് ചെയ്തിട്ടുണ്ട്. ആ വോട്ട് കിട്ടിയത് കൊണ്ടായിരിക്കാം അദ്ദേഹം ഒരു പക്ഷേ പരിപൂർണ BJPക്കാരനല്ല താനെന്ന് ഇങ്ങനെ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം താമര ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച സംസ്ഥാന അധ്യക്ഷനാണ് പറയേണ്ടത്. BJPയുടെ അഭിപ്രായമാണോ അല്ലയോ, സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് സ്വന്തം അഭിപ്രായമാണോ, ഇത് പറഞ്ഞിട്ടില്ലല്ലോ. അതല്ല ലാലെ, ലാലെ ഞാൻ പറയാം. അതായത് കേന്ദ്രമന്ത്രിയാണ് നമ്മുടെ തിരുവനന്തപുരത്ത് മത്സരിച്ച രാജീവ് ചന്ദ്രശേഖർ, കേന്ദ്രമന്ത്രിയാണ് ആറ്റിങ്ങലിൽ മത്സരിച്ച V. മുരളീധരൻ. ഈ രണ്ടുപേരും തോറ്റു. അപ്പം V. മുരളീധരൻ കേരളത്തിൽ ഒന്നും ചെയ്യാത്ത കൊണ്ടാണോ തോറ്റത് എന്ന് നാളെ BJPയാണ് പറയേണ്ടത്. കാരണം സുരേഷ് ഗോപി മുരളിയുടെ പേര് പറഞ്ഞില്ല. അപ്പം മുരളീധരൻ തോറ്റത് കേരളത്തിൽ ഒന്നും ചെയ്യാത്തത് കൊണ്ടാണോ എന്ന് ഉത്തരം പറയേണ്ടത് BJPയാണ്, നമ്മളല്ലല്ലോ. അപ്പോൾ പ്രകാശ് മാഷ് എവിടെ കിട്ടിയ അവസരത്തിൽ കോൺഗ്രസിനെ കുത്തുക? ഞാൻ കോൺഗ്രസ് നേതാവോ വക്താവോ അല്ല, ഞാൻ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ പച്ചയായ യാഥാർത്ഥ്യം പറയുന്നു. തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം BJPയുടെ വിജയമായിട്ട് ഞാൻ കാണുന്നില്ല. സുരേഷ് ഗോപിക്ക് പകരം വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇവിടെ ജയിക്കില്ല. അതിന് ഉദാഹരണമാണ് ആറ്റിങ്ങൽ, തിരുവനന്തപുരം. എത്ര വട്ടം പറഞ്ഞാലും മനസ്സിലാവില്ല. അവരെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൽ BJP ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കണം. അല്ല, LDFൻ്റെ വോട്ട് പിന്നെ കുറഞ്ഞു എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. സുനിൽകുമാറിന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ 16,000-ലേറെ വോട്ട് അധികം കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ വോട്ട്, കോൺഗ്രസിൻ്റെ വോട്ടാണ് കുറഞ്ഞു പോയത്, 86,000 വോട്ട്. പിന്നെ CPMൻ്റെ വോട്ട് കൊണ്ടാണ് എന്ന് പിന്നെ പറയുന്നത് എങ്ങനെയാ? ഞങ്ങൾ കേരളത്തിലാകെ ഉണ്ടായിട്ടുള്ള ഞങ്ങളുടെ പരാജയത്തെ അംഗീകരിക്കുന്നു, ഞങ്ങൾ കൃത്യമായി അതിലൊക്കെ പരിശോധിക്കും. പക്ഷേ തൃശ്ശൂരിൽ അതെ ഞാൻ പറഞ്ഞ് 21 താരതമ്യം ചെയ്യുമ്പോൾ തൃശ്ശൂരിൽ മാത്രമല്ല കേരളത്തിലാകെ ഞങ്ങൾക്ക് പുറകോട്ട് പോയി എന്നുള്ളത് ഞങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ തൃശ്ശൂരിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഞങ്ങളുടെ വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ 16,000 വോട്ട് കൂടിയിരിക്കുകയാണ്. ഞങ്ങൾ പുറകോട്ട് പോലെ ചെയ്തിരിക്കുന്നത്. കോൺഗ്രസിൻ്റെയോ 86,000 വോട്ട് പോയിരിക്കുന്നു. അതല്ലേ പിന്നെ കാണേണ്ടത്. അതുകൊണ്ട് അദ്ദേഹത്തെ ജയിപ്പിച്ചതിൻ്റെ പങ്ക് കോൺഗ്രസിനാണ് എന്നുള്ളത് വസ്തുതയാണ്, നിഷേധിക്കാനാവുന്ന ഒന്നല്ല.
ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ പരാജയപ്പെട്ടു, ഞങ്ങൾക്ക് വോട്ട് കുറഞ്ഞു പൊതുവിൽ എന്നെല്ലാം നമ്മൾ വസ്തുത. പക്ഷേ സുരേഷ് ഗോപി എന്ന് പറയുന്ന BJP-കാരനെ ഈ കേരളത്തിൽ ആദ്യമായിട്ട് പാർലമെന്റിലേക്ക് ജയിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച പാർട്ടി കോൺഗ്രസ് ആണ്. അത് ആർക്കാ വിഷയിക്കാൻ വേണ്ടി കഴിയുക? ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കോൺഗ്രസിനെയും BJP-യും തിരിച്ചറിയാൻ വേണ്ടി കഴിയുമോ? നിങ്ങൾ രണ്ടുപേരും ഒരേ കാര്യങ്ങളല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? അതല്ലേ കേരളത്തിലെ ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? അപ്പം അതുകൊണ്ട് സുരേഷ് ഗോപിയെ ജയിപ്പിക്കുന്നതിലും BJP-യെ വലുതാക്കുന്നതിലുമൊക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച പാർട്ടി ഈ കേരളത്തിലെ കോൺഗ്രസ് ആണ് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് കാണാൻ വേണ്ടി കഴിയുന്ന കാര്യം അത് നിഷേധിച്ചിട്ട് കാര്യമില്ലല്ലോ. ശ്രീ ഷാബു പ്രസാദ്, തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ ജയിപ്പിച്ചത് കോൺഗ്രസ് ആണ്. ശരി, ശ്രീ ഷാബു പ്രസാദ്, അപ്പോൾ ഇക്കാര്യത്തിൽ ഇപ്പോൾ BJP-യുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ പ്രതികരിക്കേണ്ടതുണ്ട്. സുരേഷ് ഗോപി ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ജനങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുമ്പോൾ അത് വി മുരളീധരനെയും രാജീവ് ചന്ദ്രശേഖരനെയും പ്രത്യക്ഷത്തിൽ തന്നെ അത് കുറ്റപ്പെടുത്തി കേരളത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ ചോദ്യചിഹ്നം ആക്കി നിർത്തുമ്പോൾ അവിടെ പ്രതികരിക്കേണ്ടതും കൃത്യമായ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടതും BJP-യുടെ നേതാക്കളാണ്, BJP-യുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അത് ഉണ്ടാകുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാം. അതിന് മുമ്പേ ശ്രീകുമാർ സാറ് എല്ലാ ചർച്ചകളിലും പറയുന്നുണ്ട് തിരുവനന്തപുരം അല്ല, തൃശ്ശൂരേത് BJP-യുടെ വിജയമല്ല, അത് സുരേഷ് ഗോപി എന്ന നടന് കിട്ടിയ വോട്ടാണ്, സുരേഷ് ഗോപിയുടെ വിജയമാണ്, അല്ലാതെ BJP-ക്ക് പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നുമില്ല. അപ്പം ഈ സുരേഷ് ഗോപി അവിടെ ഒരു പാർട്ടിയുടെയും പിന്തുണ ഇല്ലാതെ സ്വതന്ത്രനായിട്ട് നിന്നിരുന്നെങ്കിലും സുരേഷ് ഗോപി ജയിക്കുമായിരുന്നു. ഇനി മറ്റൊരു കാര്യം ചോദിക്കട്ടെ, 2019-ലും 2021-ലും ഇതേ തൃശ്ശൂർ നിന്ന് സുരേഷ് ഗോപി നിന്നിട്ടുണ്ടായിരുന്നല്ലോ. അന്ന് സുരേഷ് ഗോപി 3-ാം സ്ഥാനത്തേക്ക് പോയി. അപ്പോൾ ശ്രീകുമാർ സാർ സമ്മതിക്കുവോ? തൃശ്ശൂർക്കാരനായ ശ്രീകുമാർ സാർ സമ്മതിക്കുവോ? അത് തോറ്റത് BJP അല്ല, നടനായ സുരേഷ് ഗോപിയാണ് അവിടെ തോറ്റത്, അവിടെ BJP അല്ല തോറ്റത് എന്ന് സമ്മതിക്കുക. ഇവിടെ BJP അല്ല ജയിച്ചത് എന്ന് പറയുമ്പോൾ അതേ ലോജിക്ക് വെച്ച് 19-ലും 21-ലും തോറ്റതും BJP അല്ല എന്ന് അദ്ദേഹം സമ്മതിക്കൂ. അപ്പൊ അവനവന്റെ സൗകര്യത്തിനനുസരിച്ച് കാര്യം, ഇവിടെ കേരളത്തിൽ ആദ്യമായി താമര ചിഹ്നത്തിൽ ഒരു MP-യെ, ഒരു പാർലമെന്റ് അംഗത്തിനെ അതും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോഴുള്ള ആ കണ്ണുകടിയും ആ അസ്കിതയും സഹിക്കാൻ വയ്യാതെ ആശ്വാസം, എന്തെങ്കിലും ഒരു തരത്തിലൊരു ആശ്വാസം കണ്ടെത്താൻ വേണ്ടി ഉള്ള ഒരു മാർഗം മാത്രമായിട്ട് അദ്ദേഹത്തിന്റെ BJP-യോടുള്ള അംഗീകാരമാണെങ്കിൽ, അല്ല ഞാനിപ്പോ അതിനകത്ത് ഒരു പക്ഷം പിടിക്കുകയല്ല, പക്ഷെ BJP-യോടുള്ള അംഗീകാരമാണെങ്കിൽ വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖരും ഒക്കെ ജയിക്കണ്ടേ എന്നൊരു ചോദ്യം വരാം. അല്ലേ, ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോ തൃശ്ശൂർ മണ്ഡലത്തിന്റെ കാര്യമാണ് പറയുന്നത്. രാജീവ് ചന്ദ്രശേഖറിന്റെ കാര്യം നമുക്കറിയാം. അപ്പൊ തൃശ്ശൂർ അവസാന നിമിഷം വരെ സംഭവിച്ചു സുരേഷ് ഗോപി ജയിച്ചത് കാരണം ഇവിടെ അതാണല്ലോ ഇവിടെ കൂലങ്കഷമായ ഗവേഷണം നടത്തുന്നത്. എന്തുകൊണ്ട് എങ്ങനെ ജയിച്ചു? വളരെ സിമ്പിൾ, ജനങ്ങൾ വോട്ട് BJP-യുടെ ഒരു വിജയമാണെങ്കിൽ അത് മറ്റുള്ള സ്ഥലത്തും കാണണമായിരുന്നു. അങ്ങനെ അല്ലെങ്കിൽ അവിടെ സംഭവിച്ചത് എന്താണെന്ന് മറ്റുള്ളവർ ഗവേഷണം നടത്തി കണ്ടുപിടിക്കേണ്ടത്. BJP-ക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? തൃശ്ശൂരിൽ എന്താണ് സംഭവിച്ചത്? കോൺഗ്രസിന്റെ വോട്ട് പോയത് ആണോ കാരണം? അവിടെ ജയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അവിടെ കൃത്യമായി ആ സംഘടനാ യന്ത്രം വർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സുരേഷ് ഗോപിയുടെ ജനപ്രീതി ഒരു വലിയ ഘടകമാണ്. നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ജനപ്രീതി, സംഘടനാ യന്ത്രത്തിന്റെ ശക്തി, ആ സംഘടനയുടെ വർക്കിന്റെ ക്വാളിറ്റി, അതെല്ലാം ഇത് അങ്ങ് ഒരു തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയുന്നത് ഒരുപാട് ഘടകങ്ങൾ ചേരുന്നതാണ്. ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും മുൻ കേന്ദ്രമന്ത്രിമാരാണ്. അത് സുരേഷ് ഗോപി പറഞ്ഞതുപോലെ കേരളത്തിന് പ്രയോജനമില്ലാത്ത കേന്ദ്രമന്ത്രിമാരായിരുന്നു, അതുകൊണ്ട് ജനം വോട്ട് ചെയ്തില്ല, അതാണോ? അല്ല, ഒരു കാര്യം ഞാൻ പറയട്ടെ, രാജീവ് ചന്ദ്രശേഖർ എത്ര വോട്ടിനാണ്? 15,000 ചില്ലാനം വോട്ടിനാണ് രാജീവ് ചന്ദ്രശേഖർ അവിടെ തോറ്റത്. അവസാന നിമിഷം വരെ ലീഡ് ചെയ്ത് തീരദേശ മേഖല എണ്ണിയപ്പോൾ മാത്രം മറിഞ്ഞ സാങ്കേതിക വിജയമാണ് അവിടെ ശശി തരൂരിനുണ്ടായത്. ആറ്റിങ്ങൽ മൂന്നാം സ്ഥാനത്ത് നരേന്ദ്രമോദി ഉൾപ്പെടെ അങ്ങനെ പറയാൻ അതാൻ പറഞ്ഞതല്ല, അത് തന്നെയാണ് അതിലേക്ക് എന്നെ കൊണ്ടുവന്നത്. അതേസമയം തൃശ്ശൂർ ഞാൻ പറഞ്ഞില്ലേ 85,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. 75,000 ആണോ 85,000 ആണോ, സബ്ജക്ട് ടു കറക്ഷൻ. ഇനി ആയിക്കോട്ടെ, ഞാൻ അതല്ല പറഞ്ഞത്.
ഇവിടെ തൃശ്ശൂരിൽ വിജയിച്ചത് BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി തന്നെയാണ്. സുരേഷ് ഗോപി മാത്രമായിട്ടായിരുന്നുവെങ്കിൽ അവിടെ സുരേഷ് ഗോപി സ്വതന്ത്രനായിട്ട് നിന്നിരുന്നെങ്കിൽ സുരേഷ് ഗോപി ആദ്യം പറഞ്ഞതിൽ നിന്ന് ഘടകവിരുദ്ധമായ ഒരു പ്രതികരണമാണ് ഇപ്പൊ താങ്കൾ നടത്തുന്നത്. ആദ്യം താങ്കൾ എന്താ പറഞ്ഞത്? നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തെ വെറും BJP ആയി കാണാൻ സാധിക്കില്ല, അദ്ദേഹത്തിന് സീസൺഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ അല്ല എന്നൊക്കെ പറഞ്ഞതിൽ നിന്ന് മാറുകയാണ് താങ്കൾ ഇപ്പോൾ. അല്ല അങ്ങനെ പറഞ്ഞില്ല. BJP-കാരനായ BJP താമര ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം നിഷ്കളങ്കനായ ഒരു വ്യക്തിയാണ്. അതിൽ നിന്ന് അതിൽ എവിടെ ഘടകവിരുദ്ധത നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം BJP-യുടെ എല്ലാം കൂടെ തന്നെ പറയാൻ പറ്റും. എല്ലാം കൂടെ തന്നെ മത്സരിച്ചു ജയിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് അദ്ദേഹം BJP-യുടെ ശബ്ദമാണ് പുറത്തേക്ക് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് BJP-യുടെ ശബ്ദമാണോ അല്ലയോ എന്ന് പറയേണ്ടത് BJP എന്ന പാർട്ടിയാണ്. അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ദിരാഗാന്ധിയെ കുറിച്ച്, അതുപോലെ ഈ വി മുരളീധരനെ പ്രത്യക്ഷമായോ പരോക്ഷമായോ കൊള്ളുന്ന കാര്യങ്ങളാണ് ഉണ്ടായത്. അതുപോലെ രാജീവ് ചന്ദ്രശേഖറിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതിന് മറുപടി പറയേണ്ടത് അപ്പോൾ BJP-ആണ്. ഒരു കാര്യമുണ്ട് ലാലെ, നിങ്ങളൊക്കെ ഈ വരച്ചിടുന്ന രാഷ്ട്രീയ നിർവചനങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് ഇവിടെ എല്ലാ സംഘടനകളും എല്ലാവരും പ്രതികരിച്ചോണം എന്നൊന്നും നിർബന്ധം പിടിക്കരുത്. നിങ്ങളുടെ CPM-ന്റെ അകത്താണെങ്കിൽ അങ്ങനെയായിരിക്കും സംഭവിക്കുക. അതാണെങ്കിൽ അവിടെ അതുകൊണ്ട് പാർട്ടി ഇവിടെ വ്യക്തമാക്കണം, BJP ഇവിടെ വ്യക്തമാക്കണം. അല്ലെങ്കിൽ ഏതാണ്ട് ആകാശം ഇടിഞ്ഞു വീഴും. എന്താകാശം ഇടിഞ്ഞു വീഴാൻ ഒരു ചുക്കുമില്ല. സൗകര്യമുണ്ട്. ഭരണഘടന മുഴുവൻ മാറ്റി എഴുതാൻ വേണ്ടി BJP ഒറ്റയ്ക്ക് അധികാരത്തിലേക്ക് വരുമെന്ന് പറഞ്ഞ് 2024 തെരഞ്ഞെടുപ്പിലേക്ക് പോയ BJP-ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ഇപ്പോൾ കണക്കുകൾ കാണിക്കുന്നുണ്ടല്ലോ. അത് തന്നെയാണ് ജനങ്ങളുടെ മറുപടി. ഇല്ല എന്താണ് സംഭവിച്ചതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നല്ല യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. 60 വർഷത്തിന് ശേഷം ഒരു പ്രധാനമന്ത്രി മൂന്നാമതും സത്യപ്രതിജ്ഞ ചെയ്ത് ഇവിടെ അധികാരം ഏറ്റെടുത്തു. അത് ചരിത്രമാണ്. എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായി ഭരണത്തിൽ ഇരിക്കണമെന്ന് തീരുമാനിച്ചാൽ 3 അല്ല 10 തവണ പ്രധാനമന്ത്രിയാകാൻ സാധിക്കും. എന്ത് വിട്ടുവീഴ്ചയാ ചെയ്തത്? BJP ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി നടത്തിക്കൊണ്ടു പോകാൻ പാകത്തിൽ പോലും മാറ്റി എഴുതാൻ വേണ്ടി പാകത്തിൽ BJP ഒറ്റയ്ക്ക് ഭരിക്കാൻ പോലും വരുന്നില്ല. എന്റെ ലാലെ, ഒരു CPM ചാനൽ ഇത് പറയാൻ നിങ്ങൾക്ക് തോന്നുന്നല്ലോ. 20 സീറ്റും ഇപ്പൊ ഞങ്ങളങ്ങ് തൊണ്ട തൊടാതെ വിഴുങ്ങിക്കളയുമെന്നും പറഞ്ഞുകൊണ്ട് വന്നവരാണ് ഇപ്പൊ തെക്ക് വടക്ക് നടക്കുന്നത്. ഇലക്ഷനിലാണ് ഇത് പറയാൻ എന്താ അർഹത? അങ്ങനെയാണെങ്കിൽ 400 സീറ്റും നേടുമെന്ന് പറഞ്ഞ നരേന്ദ്രമോദി തെക്ക് വടക്ക് നടക്കുന്നല്ലോ എന്ന് അവർക്ക് ചോദിക്കാലോ. അങ്ങനെയാണെങ്കിൽ ഇല്ല, നരേന്ദ്രമോദി ഇപ്പോഴും പ്രധാനമന്ത്രിയാണെന്നേ. മൂന്നാമതും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. അതെ, ദിവസവും ഹൈദരാബാദിൽ പോകണം, പാറ്റ്നയിൽ പോകണം, ഒന്നും പോകണ്ട, ഹൈദരാബാദിൽ പോകണം, ഒരിടത്തും പോകണ്ട. 2019 ഘടകകക്ഷികൾക്ക് കൊടുത്തിരുന്ന സീറ്റുകൾ, മന്ത്രിസഭാ സ്ഥാനങ്ങൾ എങ്ങനെയാണോ അത് തന്നെയാണ് ഇപ്പോഴും. ഒരു ക്യാബിനറ്റ് പദവി അത് 2019 കൊടുത്തിട്ടുണ്ട്, 2014 കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ. അതിനൊരു പ്രതികരണം ആവശ്യമുണ്ട്. അതായത് ഒരു കാര്യം കൂടി കംപ്ലീറ്റ് ചെയ്യട്ടെ. അത് തന്നെ. അത് മാത്രമല്ല, എല്ലാ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം അത് കഴിഞ്ഞ മന്ത്രിസഭയുടെ തുടർച്ചയായിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെയായിരുന്നു ഇവിടെ തള്ളിമറിച്ചുകൊണ്ടിരുന്നത്? ഇപ്പൊ ആഭ്യന്തരം ചന്ദ്രബാബു നായിഡു ചോദിക്കുന്നു, ധനകാര്യം അങ്ങേര് ചോദിക്കുന്നു, റെയിൽവേ ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്നു, JDU 4 മന്ത്രിസ്ഥാനം വേണമെന്ന് പറയുന്നു. നിങ്ങൾ ഇവിടെ കിടന്ന് ഇളക്കി മറിച്ചതെല്ലാം ഓർമ്മയില്ലേ? എന്നിട്ട് എന്താ സംഭവിച്ചത്? എന്താണോ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത്, എങ്ങനെയാണോ പ്രവർത്തിച്ചത്, അതിന്റെ തുടർച്ചയായി തന്നെയാണ് പോകുന്നത്. അല്ല, മന്ത്രിമാരൊക്കെ അവിടെ തന്നെയുണ്ട്, പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ BJP-യുടെ കയ്യിൽ തന്നെയുണ്ട്. അതുപോലെയാണോ ഭരണം? തോന്നിയതുപോലെ തന്നെ BJP പറയുന്നിടത്ത് തന്നെ കാര്യങ്ങൾ നിൽക്കുമോ എന്നൊക്കെയുള്ളത് അപ്പോൾ എന്താണ് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. അല്ല, അതിനൊരു മറുപടി പ്രധാനമന്ത്രി തന്നെയാണ്, പഴയ മോദി തന്നെയാണ്
ഇപ്പോഴും ഡൽഹിയിൽ എന്ന് BJP വലിയ രീതിയിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നിടത്ത് BJP ഞാൻ പറയില്ല, ഷാബു പ്രസാദ് ഇപ്പോൾ കാണിക്കുന്ന ആത്മവിശ്വാസം തന്നെയാണോ ഉള്ളത്? അത് കഴിഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. അസാമാന്യ ചർമ്മശക്തിയാണ് ഷാബു സാറിൻ്റെ എന്ന് പറയല്ലാതെ വേറെ എന്താ ചെയ്യുക? 400-ലേറെ സീറ്റുകളിൽ ജയിക്കുമെന്ന് ഈ നാട്ടിലാകെ നടന്ന് പ്രചരിപ്പിച്ച ആൾക്ക് 252 നിന്ന് 303 നിന്ന് 240 എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്വന്തം ഭൂരിപക്ഷം 3.5 ലക്ഷം ജനങ്ങളാണ് ഈ 5 കൊല്ലക്കാലം അദ്ദേഹം മോശമാണ് എന്ന് പറഞ്ഞത്. 3.5 ഞങ്ങളുടെ കാര്യമല്ലെന്ന്, ഞങ്ങൾ 400 സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞല്ലോ. ഞാൻ പറയട്ടെ, 3.5 ലക്ഷം ഈ കഴിഞ്ഞ 5 കൊല്ലക്കാലം കൊണ്ട് BJPയെ കുറിച്ചാണല്ലോ ഞാൻ പറയുന്നത്. BJP നമ്മുടെ പ്രധാനമന്ത്രിയെ കുറിച്ചാണല്ലോ ഞാൻ പറയുന്നത്. 5 കൊല്ലക്കാലം കൊണ്ട് 3.5 ലക്ഷം ആളുകൾ ഇവിടെ 5 കൊല്ലക്കാലം കൊണ്ട് 3.5 ലക്ഷം ആളുകൾ. ഞാൻ പറയട്ടെ, നിങ്ങൾ എല്ലാം സംസാരിച്ചിട്ടല്ലോ. നിങ്ങൾ എന്തെല്ലാം കാര്യം പറഞ്ഞു, ഞാനൊന്നും പറഞ്ഞില്ല. നിങ്ങൾ പറയുന്ന സമയത്തൊന്നും ഞാൻ ഇടപെട്ടില്ലല്ലോ. ഷാബു പ്രസാദ് അദ്ദേഹം പറയട്ടെ, നമുക്ക് ഷാബു ഇത് അല്ല. BJPക്ക് ജനാധിപത്യ സ്വഭാവം ഇല്ലെങ്കിലും അതിനുവേണ്ടി സംസാരിക്കുന്ന ഷാബുവിനത് ഉണ്ടാവണം. കാരണം നിങ്ങളൊരു ചർച്ചയിലേക്ക് വന്നിരിക്കുന്നതാണ്. നിങ്ങൾ പറയുന്ന സകല വിഡ്ഢിത്തങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്, ഒരക്ഷരം ഞാൻ ഉരിയാടിയിട്ടില്ല. ഞാൻ പറഞ്ഞത് 282 നിന്നും 303 നിന്നും 240 നിങ്ങൾ എത്തിയിരിക്കുന്നു. ഈ കഴിഞ്ഞ 5 കൊല്ലക്കാലം കൊണ്ട് 3.5 ലക്ഷം ജനങ്ങൾ നരേന്ദ്രമോദി വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു. 4 ലക്ഷത്തിൽ നിന്ന് 1.5 ലക്ഷമായിട്ട് നിങ്ങളുടെ ഭൂരിപക്ഷം കുറഞ്ഞല്ലോ. വർഗീയത ആളിക്കത്തിച്ചിട്ടുള്ള UPക്കകത്ത് നിങ്ങളുടെ 30 സീറ്റുകൾ നിങ്ങൾ തോറ്റു. കഴിഞ്ഞ ക്യാബിനറ്റിൽ ഉണ്ടായിരുന്ന 13 മന്ത്രിമാരാണ് അവിടെ തോറ്റാമ്പിയത്, സ്മൃതി ഇറാനി ഉൾപ്പെടെ. അപ്പോൾ ഇതൊന്നും കണ്ടില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ വേണ്ടി കഴിയുക? പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ JDU അതുപോലെ തന്നെ തെലുങ്ക് ദേശം, ഈ പാർട്ടികൾ നിങ്ങൾക്കെതിരെ ശക്തമായ നേരത്തെ നിലകൊണ്ട പാർട്ടികളാണ്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, നിങ്ങൾ ഭരണഘടനയെ പൊളിക്കണം തീരുമാനിച്ച കാര്യം എരി നടക്കാൻ പോകുന്നില്ല. ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരണം എന്ന് പറഞ്ഞ കാര്യം എരി നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ അയോധ്യയിൽ രാമക്ഷേത്രം പ്രാണപ്രതിഷ്ഠ എന്നെല്ലാമാണല്ലോ പറഞ്ഞത്. അവിടെ നിങ്ങളുടെ സ്ഥാനാർത്ഥി അതിദയനീയമായിട്ട് തോറ്റമ്പിയല്ലോ. അവിടെ പോലും മുന്നോട്ട് വരാൻ വേണ്ടി കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ ഈ കാലം അത്രയും RSSും BJPയും നടപ്പിലാക്കിയിട്ടുള്ള അവരുടെ അജണ്ട ഒരു കാരണവശാലും നടപ്പിലാക്കാനാവില്ലെന്നുള്ളത് പകൽ വെളിച്ച പോലെ വ്യക്തമാണ്. നരേന്ദ്രമോദിയല്ലേ പേര് മാറിയിട്ടില്ല, പഴയ പ്രധാനമന്ത്രിയുടെ അതേ പേര് തന്നെ ഇപ്പോൾ. പക്ഷെ പഴയ പ്രധാനമന്ത്രിയുടെ മനസ്സിലുള്ള ഒരു കാര്യവും ഇപ്പം നടക്കാൻ വേണ്ടി പോകുന്നില്ല. കാരണം നിങ്ങളെ ജനം തള്ളിക്കളഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ വർഗീയ അജണ്ടക്കെതിരാണ് ഇന്ത്യയിലെ ജനങ്ങൾ. നിങ്ങൾ നേരത്തെ മുന്നോട്ട് വെച്ച രാജ്യത്തിൻ്റെ അടിസ്ഥാന രാഷ്ട്രീയ ശിലയെ മാറ്റാനുള്ള ഒരു തീരുമാനം നടക്കാൻ പോകുന്നില്ല. പാർലമെന്റ് ജനാധിപത്യം പൊളിക്കാനാവില്ല. ഫെഡറലിസത്തെ തകർക്കാൻ വേണ്ടി കഴിയില്ല. മതനിരപേക്ഷതയെ അതിന് തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ആ പറയുന്ന വർഗീയയുടെ അജണ്ടയുണ്ടല്ലോ, അത് നടപ്പിലാക്കാൻ ഒരു കാരണവശാലും കഴിയില്ലെന്ന് ഷാബുവിന് ബോധ്യമില്ലെങ്കിലും നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും ബോധ്യമുണ്ട്. എന്തൊരു വിനയമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ. ഇവിടെ നരേന്ദ്രമോദിയും അമിത്ഷായൊക്കെ തന്നെ നമ്മുടെ ഈ പ്രധാനമന്ത്രിയായിട്ട് ചാർജ് എടുക്കുന്ന സമയത്ത് എന്തൊരു വിനയമാണ്. ഈ കാലത്ത് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കഴിഞ്ഞ 13 കൊല്ലക്കാലമാണ് ഗുജറാത്തിലും 10 കൊല്ലമായിട്ട് ഇന്ത്യയിലും നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ ആരെങ്കിലും പറയുന്നത് അദ്ദേഹം കേട്ടിട്ടുണ്ടോ? ആരുടെയെങ്കിലും മുമ്പിൽ അദ്ദേഹം വഴങ്ങിയിട്ടുണ്ടോ? ആരോടെങ്കിലും അദ്ദേഹം കരുണ കാണിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ ഇപ്പോഴെന്താണ്? കരുണ വഴിഞ്ഞൊഴുകുന്നു, ആളുകളെ തൊഴുന്നു. ആളുകളോട് എന്തൊരു സ്നേഹമാണ്, മറ്റൊന്നും കൊണ്ടല്ല. തൻ്റെ പുറകോട്ട് പോക്കിനെ കൃത്യമായിട്ട് നരേന്ദ്രമോദിക്കറിയാം, അവർ അമിത്ഷാക്കറിയാം. പഴയ കളി ഒരു കാരണവശാലും നടക്കില്ല. പാണ്ഡൻ നായയുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കില്ല എന്ന് കൃത്യമായിട്ട് നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും BJPക്കാർക്കും എല്ലാം അറിയാം. അതുകൊണ്ടൊന്നും തന്നെ ഇപ്പോൾ സുരേഷ് ഗോപി പറയുന്നത് പോലെ വി മുരളീധരനോ രാജീവ് ചന്ദ്രശേഖരോ ഒക്കെ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം സംസ്ഥാന BJPയിൽ നിന്നൊരു പ്രതികരണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. തോന്നുന്നത് പോലെ നിങ്ങൾക്കൊക്കെ ആഗ്രഹിക്കുന്ന പോലെ പറയാനല്ല അവരിയ്ക്കുന്നത് എന്നുകൂടിയാണ് ഷാബു പ്രസാദ് പറയുന്നത്. അല്ല, BJPയുടെ ഒരു കേന്ദ്രമന്ത്രി താമര ചിഹ്നത്തിൽ ജയിച്ചയാൾ BJPക്ക് വേണ്ടിയല്ല സംസാരിക്കുന്നത്
എന്ന് സുരേന്ദ്രനോ അമിത്ഷായോ അല്ലെങ്കിൽ നദ്ദയോ അല്ലെങ്കിൽ അതുപോലെ ആരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. ഇപ്പോൾ അദ്ദേഹം BJPയുടെ കേന്ദ്രമന്ത്രിയാണ്, താമര ചിഹ്നത്തിൽ ജയിച്ചാണ്. ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട BJPക്കാരൻ അദ്ദേഹമാണ്. അദ്ദേഹം പറയുന്നു BJPയുടെ പിന്നെ മുരളീധരൻ ഒന്നും ചെയ്തിട്ടില്ല, രാജീവ് ചന്ദ്രശേഖരൻ ഒന്നും ചെയ്തിട്ടില്ല, ഇന്ത്യയുടെ ഭാരതമാതാവ് ഇന്ദിരാഗാന്ധിയാണ്, കരുണാകരനെ പോലെ മറ്റൊരു നേതാവ് ഈ കേരളത്തിലില്ല, അദ്ദേഹമാണ് കേരള സൃഷ്ടിയുടെ വക്താവ്. അതെല്ലാം പറയുമ്പോൾ അത് തങ്ങളുടെ അഭിപ്രായമാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം അത് കാണിക്കണ്ടേ BJP? അല്ലെങ്കിൽ അതല്ല എന്ന് പറയണം. ഇവിടെ ഇപ്പോൾ ഞാൻ എന്തെല്ലാമോ ചെയ്തു എന്ന് പറയാൻ മാത്രമാണല്ലോ ഇവിടെ മുരളീധരൻ മുന്നോട്ടേക്ക് വന്നത്. സുരേന്ദ്ര പത്രക്കാരെ കണ്ടു, ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിലുള്ള BJP നിലപാട്? അത് പറയണ്ടേ? അതവർ പറയണം. അത് പറയുന്നവരെ ആളുകൾ വിചാരിക്കുക അത് BJPയുടെ നിലപാടാണ്. അതുപോലെ തന്നെ ഈ കേരളത്തിലെ ഒരു കേന്ദ്രമന്ത്രിയുടെ BJP മന്ത്രിയുടെ നിലപാടാണ് എന്നല്ലേ? അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അത് BJPയുടെ നിലപാടാണ്. ഇവിടെ മുരളീധരൻ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് വസ്തുതയാണ്. ശ്രീ എൻ ശ്രീകുമാർ, ഇപ്പോൾ കെ കരുണാകരനോട് എന്താണ് സുരേഷ് ഗോപിക്ക് ഇത്രയധികം ഒരു ഭക്തി എന്നൊക്കെ ഉള്ളത് നമുക്ക് നേരത്തെ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം കൂടുതൽ അതിങ്ങനെ BJP ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ചിട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സംശയിക്കുന്നവർക്ക് കാരണമുണ്ടോ? അതുപോലെ ഇന്ദിരാഗാന്ധിയെയും വീണ്ടും ഇന്ത്യ മാതാവ് എന്നൊക്കെ അദ്ദേഹം പറയാൻ സാധാരണ രീതിയിലൊരു BJP MP അങ്ങനെ പറയുന്നതിന് സാധ്യതയില്ല. മോദിയുടെ അടുത്ത് പോയി സത്യപ്രതിജ്ഞ ചെയ്യാൻ നിൽക്കുന്ന അവസരത്തിൽ പോലും അങ്ങനെ പറയുന്നത് അത്ര നിഷ്കളങ്കമായി നമുക്ക് കാണാനാകില്ല. അങ്ങനെ പറയുന്നതിനെ ഏത് രീതിയിലാണ് കാണുന്നത് എന്ന് കോൺഗ്രസും പറയണ്ടേ? നോക്കൂ ലാല്, ഇതിൽ സുരേഷ് ഗോപി എന്ന വ്യക്തിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയായിരുന്ന EK നായനാരുടെ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ട് സൗഹൃദം പങ്കിട്ടു. സുരേഷ് ഗോപിയെ ശ്രീമതി ശാരദ ടീച്ചർ പുകഴ്ത്തി. അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. കരുണാകരനോട് അദ്ദേഹത്തിന് അടുപ്പം ഉണ്ടാവും, കരുണാകരൻ്റെ മകൾ പത്മജിയോടും മകൻ മുരളിയോടും ഒക്കെ അടുപ്പമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൽ കാണേണ്ടതെന്ന് വെച്ചാൽ ഒരു കേന്ദ്രമന്ത്രിയായ ശേഷം BJPയുടെ താമര ചിഹ്നത്തിൽ ജയിച്ച് NDAയുടെ മന്ത്രിയാണ് അദ്ദേഹം കെ കരുണാകരൻ്റെ സ്മൃതി മണ്ഡപത്തിൽ തൻ്റെ BJPക്കാരായ അനുയായികൾക്കൊപ്പം വന്ന് പുഷ്പാർച്ചന നടത്തിയ ശേഷം കരുണാകരനെ പുകഴ്ത്തുകയും ഇന്ദിരാഗാന്ധി രാഷ്ട്രമാതാവാണെന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞപ്പോൾ അല്ലെന്ന് പറഞ്ഞ BJPയുടെ ഇപ്പോഴത്തെ മന്ത്രി ഭാരതമാതാവാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ളത് BJPയാണ് വിശദീകരിക്കേണ്ടത്. സുരേഷ് ഗോപി പറയാം എൻ്റെ വ്യക്തിപരമായ കാര്യമാണെന്ന് പറയും. പക്ഷേ BJP രണ്ട് കാര്യം പറയണം. ഒന്ന്, രാജഗോപാലിന് ശേഷം കേന്ദ്രമന്ത്രിമാർ ചെയ്തിട്ടില്ലേ? 2, ഇന്ദിരാഗാന്ധി രാഷ്ട്രമാതാവാണോ? 3, ഇന്ദിരാഗാന്ധി ആർക്കിടെക്റ്റാണോ? ഇതൊക്കെ സുരേഷ് ഗോപി പറഞ്ഞതാണ്. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചുള്ള സുരേഷ് ഗോപി എന്ത് പറഞ്ഞാലും അദ്ദേഹം പറഞ്ഞോട്ടെ. അദ്ദേഹം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇന്ദിരാഗാന്ധിയെക്കുറിച്ചും കരുണാകരനെക്കുറിച്ചും അതത്ര നിഷ്കളങ്കമായി എല്ലാവരും കാണുന്നില്ല, നിരീക്ഷകരെല്ലാം അങ്ങനെ കാണുന്നില്ല. കോൺഗ്രസിന് അത്ര നിഷ്കളങ്കമായിട്ട് ചിന്തിക്കാൻ പറ്റുമോ? കാരണം കോൺഗ്രസിന്റെ വോട്ട് പോയത് എങ്ങോട്ടേക്കാണെന്ന് വ്യക്തമാകുകയല്ലേ ഇപ്പോൾ? അല്ലല്ല, സുരേഷ് ഗോപി ഇപ്പം നായനാരുടെ ഭാര്യയെ വീട്ടിൽ പോയിട്ട് അദ്ദേഹം അവരോട് നായനാരെ കുറിച്ച് പറഞ്ഞ എന്താ, ടീച്ചർ പറഞ്ഞ എന്താ എന്ന് വെച്ചാൽ എല്ലാ CPM വോട്ടും സുരേഷ് ഗോപിക്ക് കിട്ടുമോ പറയാൻ പറ്റുമോ? അത് ഞാനിതിൻ്റെ യാഥാർത്ഥ്യം ഞാൻ ഇതിലൊരു കോൺഗ്രസ് രാഷ്ട്രീയം തൽക്കാലം ഞാൻ മാറ്റി നിർത്തിയിട്ട് ഞാനൊരു യാഥാർത്ഥ്യം പറയാണ്. പ്രകാശ് മാഷ് പറഞ്ഞു ഇവിടെ വോട്ട് എവിടെ പോയി നോക്കി, അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം മാഷേ വേറെ. പക്ഷേ കഴിഞ്ഞ ഷാബു ചോദിച്ചു 19ലും 21ലും തോറ്റില്ലേ എന്ന്. തോറ്റു. പക്ഷേ അതിനുശേഷം സുരേഷ് ഗോപി എന്ന വ്യക്തി ഇവിടെ 3 വർഷം എന്തൊക്കെയാണ് പ്രയത്നിച്ചതെന്നുള്ള ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാർക്കും അറിയാം. എപ്പോഴറിയാം? കാലം കടന്നുപോയി. സുരേഷ് ഗോപിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് BJPയോട് ഒട്ടി നിന്നിട്ടാണോ അതോ അദ്ദേഹത്തിൻ്റെ സ്വന്തമായ ചില പ്രവർത്തനങ്ങളൊക്കെയാണെന്ന് പഠിക്കേണ്ട കാര്യമാണ് പ്രകാശം മാഷേ. അപ്പം നമ്മൾ അവിടെ വെറും കോൺഗ്രസ് വോട്ട് പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. CPMൻ്റെ വോട്ടും പോയി. CPMൻ്റെ 6 മണ്ഡലത്തിൽ അദ്ദേഹം മുന്നിട്ട് നിൽക്കുന്നത്. അവിടെ കോൺഗ്രസിനെ കുറ്റം പറഞ്ഞ് വെറുതെ മാഷ് തടിതപ്പല്ലേ? സുരേഷ് ഗോപി ജയിച്ചത് താമര ചിഹ്നത്തിലാണ്. സുരേഷ് ഗോപി പറയുന്ന അത്തരം കാര്യങ്ങളിൽ കഠിനമായി വിശ്വസിക്കുന്ന ഒരാളാണ് എൻ ശ്രീകുമാർ എങ്കിൽ ഒരു കാര്യം കൂടി അതിനകത്ത് വിശ്വസിക്കണം. അദ്ദേഹം പറയുന്നത് പോലെ വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖറും കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. തൊടുന്നതെല്ലാം കേരളത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങളായിരുന്നു എന്ന് CPM പറയുന്നത് ശരിയാണ് എന്നുകൂടി എൻ ശ്രീകുമാർ സമ്മതിക്കണം. അല്ല, ഇത് എൻ്റെ ലാലെ ചില രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ നമ്മളെ തിരഞ്ഞെടുപ്പിന് ശേഷം കാണണം.
ഇവിടെ സുരേഷ് ഗോപി ജയിച്ചത് BJPയുടെ വോട്ട് കൊണ്ട് മാത്രമാണോ? അല്ല. ഒന്ന്, തിരുവനന്തപുരത്ത് ആറ്റിങ്ങലും BJP സ്ഥാനാർത്ഥികൾ തോറ്റു, രാഷ്ട്രീയമായ തോൽവി. തൃശ്ശൂരിലെ രാഷ്ട്രീയമായ ജയമല്ല. അങ്ങനെയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ജയിക്കേണ്ടതാണ്. അവിടെ തീരദേശ വോട്ടും നഗര വോട്ടും തമ്മിൽ വ്യത്യാസം കാണരുത്. ഇനി അതുമാത്രമല്ല, നേരത്തെ പ്രകാശൻ മാഷ് പറഞ്ഞ പോലെ NDA ഗവൺമെൻറ്റിൻ്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പഴയ പോലെ BJP ഗവൺമെൻറ് അല്ല, NDA ഗവൺമെൻറ്റാണ്. ഏത് നിമിഷവും വേണമെങ്കിൽ ഒരു ഇന്ത്യ മുന്നണിക്കാരനെ പ്രധാനമന്ത്രിയാകാവുന്ന അവസ്ഥയാണ് അവിടെ. ഇനി അതുമാത്രമല്ല, വേറെ ഒരു മറ്റേ വസ്തുതാപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സുരേഷ് ഗോപി കേരളത്തിലെ BJPക്കാർക്ക് എത്രത്തോളം അഭിമതനാണ്. കാരണം അദ്ദേഹം തൃശ്ശൂരിൽ പൊതുയോഗത്തിൽ പറഞ്ഞത് എൻ്റെ കാര്യം തീരുമാനിക്കുന്ന നരേന്ദ്രമോദിയും അമിത്ഷാജിയുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി. അദ്ദേഹത്തെ കേരളത്തിൽ സുരേഷ് ഗോപി എന്തു പറഞ്ഞാലും ഇവിടുത്തെ BJP നേതാക്കൾക്ക് മറുപടി പറയാനുള്ള ധൈര്യമൊന്നും ഇല്ല എൻ്റെ ലാലേ. ആ കാലമൊക്കെ പോയി. പിന്നെ വേറൊരു കാര്യമുണ്ട്, സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുന്നതിൽ അതിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. എന്താ കാരണം എന്നറിയാമോ? ഒരു BJPക്കാരനായി ജയിച്ച അദ്ദേഹം തനിക്ക് വോട്ട് ചെയ്തവർ മറ്റുള്ളവർ കൂടിയാണെന്ന് പറയുമ്പോൾ ഇവിടെ BJPക്കാണ് ക്ഷീണം. BJPയുടെ താമരയ്ക്ക് വോട്ട് ചെയ്ത സുരേഷ് ഗോപിക്കുള്ള വോട്ടാണെന്ന് അതുകൊണ്ടാണ് ഞാനും പറയുന്നത്. അതിന് നമ്മൾ മറ്റു കാര്യങ്ങളിൽ കൂടെ എടുക്കണം എന്നുള്ളതാണ്. വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖറും കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. BJPയുടെ കേന്ദ്രമന്ത്രിമാർ ഇവിടെ കേരളത്തിന് എതിരായിട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രയോജനമുള്ളതൊന്നുമില്ല എന്ന് സുരേഷ് ഗോപി പറഞ്ഞത് വലിയ ചർച്ചയാകുന്നു. BJP പ്രതികരിക്കേണ്ടതില്ലേ? ഇടവേള കഴിഞ്ഞ് 2 മിനിറ്റ് വീതമാണ് എല്ലാവർക്കും. ശ്രീ ഷാബു പ്രസാദ്, BJP പ്രതികരിച്ചില്ലെങ്കിൽ സുരേഷ് ഗോപി പറഞ്ഞതാണ് ശരി എന്ന് തന്നെയാണ് വരിക. അതെന്തെങ്കിലും ആട്ടെ, അത് BJP പ്രതികരിക്കുകയോ അവരുടെ പാർട്ടി തീരുമാനിച്ച് അത് വേണ്ടത് ചെയ്തോട്ടെ. ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇവിടെ ഇപ്പോഴും ഞാനടക്കമുള്ളവർ പറയുന്നുണ്ട്, കഴിഞ്ഞ ഇക്കണ്ട കാലം മുഴുവൻ 2014 വരെ ഈ ഭരിച്ച കേന്ദ്ര സർക്കാരുകൾ എന്തു ചെയ്തു എന്നൊക്കെ BJPക്കാരടക്കം പറയാറുണ്ട്. പക്ഷെ ഇതിനിടയ്ക്ക് BJPയുടെ ഒരു NDA സർക്കാർ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ഒരു ജനതാ സർക്കാരും ചെറിയൊരു കാലത്ത് ഭരിച്ചിരുന്നു. അപ്പോൾ പറയുമ്പം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അപ്പൊ അവരെ കൂടി അപ്പം വാജ്പേയി ഈ നാട്ടിൽ ഒന്നും ചെയ്യാഞ്ഞിട്ടാണോ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു ചോദിക്കാം. പക്ഷെ വലിയൊരു കാലഘട്ടത്തിലെ മുഴുവൻ സൂചിപ്പിക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യമൊക്കെ പറയുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയാണെങ്കിൽ ആ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ അത് പ്രതികരിക്കണം, വ്യക്തത വരുത്തണം. പാർട്ടിയുടെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് എന്താണ് ഇനി BJPക്ക് ഉത്തരവാദിത്വം ഇല്ലാന്ന് കരുതി നിങ്ങൾക്ക് എന്തെന്ന് നഷ്ടമാപ്പ ഉള്ളത്? അവർ ചെയ്തോളൂ. നമ്മൾ ഈ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ച് പഠിക്കുകയും ഈ രാജ്യത്തെ ജനങ്ങൾ അതുമായി ഇടപെടുന്നവരുമല്ലേ? ഇത്ര നിസ്സാരമായിട്ട് BJP ഇങ്ങനെ നശിപ്പിക്കാമോ? ഷാബു പ്രസാദ്, രാജ്യം ഭരിക്കുന്ന പാർട്ടിയെ ഉത്തരവാദിത്വ ബോധമൊന്നും ലാലും കൈരളി ചാനലും ഒന്നും പഠിപ്പിക്കണ്ട. അവർക്കത് ചെയ്തോളും. അവരുടെ ഉത്തരവാദിത്വ ബോധത്തിനെ പറ്റി അവർക്ക് നല്ല ബോധ്യവും. നമ്മളെല്ലാവരും കൂടി അവരെല്ലാം കൂടി ഇപ്പൊ പഠിപ്പിച്ചല്ലോ. അതായത് 3-ാം വട്ടം ഒരു കാര്യം ഞാൻ പറയട്ടെ, 2 വട്ടം തുടർച്ചയായി അധികാരത്തിൽ ഇരുന്നതിന് ശേഷം കോൺഗ്രസ് പോയ പോക്ക് നിങ്ങൾ കണ്ടതല്ലേ? ഈ രാജ്യത്തെ ഒരു പ്രതിപക്ഷം പോലും ആക്കാൻ ഈ രാജ്യത്തെ ജനങ്ങൾ സമ്മതിച്ചോ? ശരിയാണ്, സീറ്റുകൾ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും BJP ഈ രാജ്യത്തെ ഏറ്റവും വലിയ നേരത്തെ പ്രകാശ് മാഷ് പറഞ്ഞത് കേട്ടല്ലോ, എന്തൊരു വിനയമാണ് നരേന്ദ്രമോദിക്ക്, എന്തൊരു വിനയമാണ്. നിതീഷ് കുമാറിനെയൊക്കെ കാണുമ്പോൾ ചന്ദ്രബാബു നായിഡു എഴുന്നേറ്റ് നിൽക്കുന്നത് കാണണം. ചന്ദ്രബാബു നായിഡുവിനല്ല, സാധാരണ ജനങ്ങളെയും വൃദ്ധരായിട്ടുള്ള മാതാക്കളെയും കാണുമ്പോൾ പോലും നരേന്ദ്രമോദി ഇതിനു മുമ്പും കാൽ തൊട്ട് വണങ്ങിയിട്ടുണ്ട്. ഈ രാജ്യത്തെ സാധാരണക്കാരായ എന്നാൽ അസാധാരണത്വത്തോടെ ജീവിച്ചവർക്ക് ഈ നാട്ടിൽ ആദ്യമായി പത്മശ്രീയും പത്മഭൂഷണും രാഷ്ട്രപതി ഭവന്റെ പടവ് കയറി പത്മശ്രീ വാങ്ങാനുള്ള അവസരമുണ്ടായത് വിനയാന്വിതനായ നരേന്ദ്രമോദി സർക്കാർ. അങ്ങനെ ഇനി വിനയം കൂടി എന്തായാലും ഇനി യൂണിഫോം സിവിൽ കോഡ് ഉണ്ടാകില്ല, അതുപോലെ ഭരണഘടന മാറ്റി എഴുതാൻ പറ്റില്ല. ഇതൊക്കെയാണ് ഇപ്പോഴും സംഭവിക്കാൻ പോകുന്നത്. സാറേ, കളി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. കളി ഇന്റർവെല് പോലും ആയിട്ടില്ല. ആ കളിയാണ് കാണേണ്ടത്. ഒറ്റ കാര്യം കൂടി ഒരേ ഒരു സെന്റൻസ്. ഈ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന നിങ്ങൾ തന്നെ പറയും,
ഈ പഴയ നരേന്ദ്രമോദി കൂട്ടുകക്ഷി സർക്കാരാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. പഴയ നരേന്ദ്രമോദിയുടെ ഫാസിസത്തിന് ഒരു കുറവും വന്നിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ തന്നെ സമയമില്ല. BJP-യുടെ സംസ്ഥാന ഘടകം സുരേഷ് ഗോപി പറഞ്ഞതിനോട് പ്രതികരിക്കണ്ടേ? അതിനോട് മാത്രം. അല്ല, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, സുരേഷ് ഗോപി പറഞ്ഞത്, ഇന്ദിരാഗാന്ധിയെക്കുറിച്ചൊക്കെ പറഞ്ഞത് നല്ല കാര്യമാണ്. പക്ഷേ അത് BJP കൂടെ അഭിപ്രായമാണെന്ന് BJP പറഞ്ഞില്ലെങ്കിൽ കേരളത്തിലെ സുരേഷ് ഗോപി BJP-യുടെ MP ആയിട്ട് ജയിച്ച അദ്ദേഹം വ്യത്യസ്ത അഭിപ്രായം പറയുമ്പോൾ പാർട്ടിക്കൊരു നയമില്ലേ? കോൺഗ്രസ് എന്ന കക്ഷിയെക്കുറിച്ചും ഇന്ദിരാഗാന്ധിയുടെ നയങ്ങളെക്കുറിച്ചും BJP-ക്ക് ഒരു നയമുണ്ട്. ആ നയം എന്താണെന്ന് നമുക്ക് BJP വ്യക്തമാക്കണ്ടേ? അതല്ല സുരേഷ് ഗോപി പറയുന്നതിനെക്കുറിച്ച് ഞങ്ങൾ മൗനം പാലിക്കുകയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ സുരേഷ് ഗോപിയെ അവർക്ക് ഭയമാണ്. സുരേഷ് ഗോപി അവർ ഭയന്നേ പറ്റൂ. കാരണം സുരേഷ് ഗോപി താമര ചിഹ്നത്തിലാണെങ്കിൽ പോലും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയായി മാറിക്കഴിഞ്ഞു. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ട് മാറിക്കഴിഞ്ഞു. ഇവിടെ BJP-യുടെ വർഷങ്ങളായിട്ടുള്ള നേതാക്കളൊക്കെ ഇപ്പോഴിവിടെ നിൽക്കുകയല്ലേ. നമ്മളെ ജോർജ് കുര്യനെ മറക്കുന്നില്ല കേട്ടോ. ജോർജ് കുര്യന് അർഹമായ സ്ഥാനം തന്നെ കിട്ടിയ സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. പക്ഷേ അപ്പോഴും കേരളത്തിലെ ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് BJP പറഞ്ഞത് പശ്ചാത്തല പ്രായശ്ചിത്തമാണോ? ഇന്ദിരാഗാന്ധിയെ കുറ്റം പറഞ്ഞതിന് കേന്ദ്രമന്ത്രിയിലൂടെ ഒരു പ്രായശ്ചിത്തം നടത്തുകയാണോ BJP? എങ്കിലത് വലിയ കാര്യമാണ്, വലിയ രാഷ്ട്രീയ മാറ്റമാണ്. അതായത് കേന്ദ്രം ഭരിക്കുന്നത് നരേന്ദ്രമോദി അല്ല, NDA ആണ്. അപ്പോൾ കേരളത്തിലെ BJP-ക്കും കേന്ദ്ര ഭരണത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടാവണമെന്നില്ല. പഴയ പോലെ 300 സീറ്റൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇന്ത്യ മുന്നണിക്ക് നാളെ അധികാരത്തിൽ തിരിച്ചു വരാം. അപ്പോൾ ഒരുപാട് രാഷ്ട്രീയ ഘടകങ്ങൾ ഇതിലിങ്ങനെ നിൽക്കുകയാണ്. സംസ്ഥാന BJP ഘടകം സുരേഷ് ഗോപി പറഞ്ഞ ഈ ഒരു അഭിപ്രായത്തോടു കൂടി രണ്ട് തട്ടിലായി നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ കേരളം പറഞ്ഞുകൊണ്ടിരുന്ന കേരളത്തോട് കാണിക്കുന്ന അനീതിയുടെ കാര്യത്തിൽ ഇവിടെ ഒരു ചർച്ച വന്നിരിക്കുന്നു എന്ന് കാണേണ്ടതുണ്ടോ? അത്ര പോസിറ്റീവായി കാണണോ? ഇവിടെ അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തെ സംബന്ധിച്ചിടത്തോളം BJP-ക്കകത്ത് തന്നെ പടലപിടുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മാധ്യമങ്ങളോട് കേൾക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ കേരളത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന മുരളീധരൻ അടക്കമുള്ള കേന്ദ്രമന്ത്രിമാരുടെ അവഗണനയും അതുപോലെ നിശ്ചലാവസ്ഥയും അത് പകൽ വെളിച്ച പോലെ വ്യക്തമാണ്. ഞങ്ങൾ CPM പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ക്ഷണിക്കപ്പെട്ടിട്ട് പോലും കേന്ദ്രത്തിൽ ഭരണാധികാരത്തിൽ പങ്കുവഹിക്കാത്തവരാണ്. പങ്കുവഹിച്ചിരിക്കുന്ന കോൺഗ്രസും BJP-യും പറയണം ഈ കേരളത്തിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്തിരിക്കുന്നതെന്ന്. പിന്നെ ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് ജനങ്ങളോടൊന്നും പറയാൻ ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജനാധിപത്യ ബോധത്തെ പരിശോധിക്കണം. BJP എന്തു കാര്യം ചെയ്യുമ്പോഴും ജനങ്ങളോട് മറുപടി പറയാൻ ബാധ്യസ്ഥമാണ്. കാരണം അവർ ഈ രാജ്യത്തിലെ ഭരിക്കുന്ന പാർട്ടിയാണ്. പിന്നെ ഇൻ്റർവെല്ല് കഴിഞ്ഞതിന് ശേഷം ഇൻ്റർവെല്ല് വരെ നിൽക്കുമോ എന്ന് നോക്കുന്ന നല്ലത് കേട്ടോ. ഇൻ്റർവെല്ല് വരെ നിൽക്കുമോ എന്നുള്ളതല്ല ഇപ്പോൾ വന്നിരിക്കുന്ന സൂചനകൾ. അപ്പോൾ അതുകൊണ്ട് പഴയതുപോലെ എന്ത് വൃത്തികേട് കാണിച്ചു കളയാം എന്ന വിചാരത്തിൽ BJP-ക്ക് മുന്നോട്ട് പോകാനാവില്ല എന്ന കാര്യം കൃത്യമായിട്ട് ഭരണത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്ക്, BJP അധ്യക്ഷന്, പ്രധാനമന്ത്രിക്ക്, അമിത്ഷാക്ക്, അതുപോലെ തന്നെ നദ്ദ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. പിന്നെ സുരേഷ് ഗോപി പറഞ്ഞത് BJP-യുടെ അഭിപ്രായമാണോ അല്ലയോ എന്ന് പറയേണ്ടത് BJP-യാണ്. അത് പറയാതിരിക്കുന്നിടത്തോളം കാലം സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് BJP-യുടെ അഭിപ്രായമാണ്. BJP-യുടെ മന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ ഈ കേരളത്തിലെ മുൻ മന്ത്രിമാരാരും ഈ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുള്ള ഒരു വസ്തുതയാണ്. അത് തങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ അത് BJP-കാരാണ് വ്യക്തമാക്കേണ്ടത്. ശരി, മുരളീധരനും രാജീവ് ചന്ദ്രശേഖരനെയും സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയിരിക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ ഭാഗത്താണോ അതോ മുൻ കേന്ദ്രമന്ത്രിമാരുടെ ഭാഗത്താണോ BJP എന്ന് ഇനി പറയേണ്ടത് K. സുരേന്ദ്രനാണ്, സംസ്ഥാന BJP-യാണ്. അത് പറയുമോ, നിശബ്ദത പാലിച്ച് പക്ഷം പിടിക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് M. പ്രകാശൻ മാസ്റ്റർ, N. ശ്രീകുമാർ, ഒപ്പം ഷാബു പ്രസാദ്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.